Good evening, all. Good evening, ma'am. 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 Good evening, madam. Good evening, ma'am. എങ്ങനെയുണ്ട് മഴയൊക്കെ? മഴ തകർത്ത് പെയ്യാണല്ലേ? നിങ്ങളുടെ അവിടെയൊക്കെ മഴയുണ്ടോ? പെയ്യുകയാണ് ഞങ്ങളുടെ പുഴയിൽ അതെ. വെള്ളം മൂവാറ്റുപുഴ ഉച്ച തൊട്ട് ഇവിടെ പെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു തോർച്ചയില്ലാണ്ട്. Good evening, ma'am. ഗുഡ് ഈവനിങ്. ഓക്കെ, ഇന്ന് ആരാണ് പ്രയർ പ്രിപ്പയർ ചെയ്ത് വന്നേക്കണത്? പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ ആരെങ്കിലും? ഇല്ലേ, ഇന്നാരും പ്രിപ്പയർ ചെയ്തില്ല. ഞാൻ പാടാമോ? ആ വിഷ്ണുപ്രിയ. ഓക്കെ. Thank you, God, for your great blessing. Sun rises in the morning and we feel a good hope. Thank you, God, for your lovely blessings. Nature sings lights around and we feel peaceful mind. Thank you, God, for your caring blessings. Cool breeze blooms all around and we feel fresh alive. Thank you. ഓ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. മാം, ഞാനും കൂടി പ്രയർ പറഞ്ഞോട്ടെ. ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. പറഞ്ഞോട്ടെ. ഓക്കെ പറഞ്ഞു. Oh, Mother Nature, forgive us for the mistakes we did. Protect us, keep us safe, give us everything we need. We thank you for your kindness. You are the Mother, the Goddess, the Creator. മാം കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി മീനിങ്ഫുൾ പ്രയർ, വെരി മീനിങ്ഫുൾ. നേരത്തെ പറഞ്ഞ പ്രയർ നല്ലതാർന്നിട്ട്. വെരി ഗുഡ്. നിങ്ങളിത് തനിയെ പ്രിപ്പയർ ചെയ്യണമെന്നാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഹെൽപ്പ് ഗൂഗിളിൽ നിങ്ങൾ സെർച്ച് ചെയ്ത്? വെരി ഗുഡ്, വെരി ഗുഡ്. തനിയെ പ്രിപ്പയർ ചെയ്തതാണ്. വെരി ഗുഡ്, വെരി ഗുഡ്. നല്ല മീനിങ്ഫുൾ ആയിട്ടുള്ള പ്രയർ. നല്ല ലൈൻസ് എല്ലാം നല്ല നല്ല മീനിങ് ഉണ്ട്. വെരി ഗുഡ്. ഓക്കെ, നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ 2 എക്സസൈസ് അല്ലേ ചെയ്തത്? അതിന് ആർക്കും ഇനി ഡൗട്ട് ഒന്നും ഇല്ല. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് എക്സാമിന് വരുന്നത്, അങ്ങനത്തെ ബേസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. എല്ലാവർക്കും ക്ലിയർ അല്ലേ എല്ലാം? നമ്മൾ പ്ലൂറൽസ് സിംഗുലർ പ്ലൂറൽ ആക്കാനും പ്ലൂറൽ സിംഗുലർ ആക്കാനും പഠിച്ചിരിക്കണം. പിന്നെ നമ്മൾ ഇനി ഒരു എക്സസൈസും കൂടെ ബാക്കിയുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് പോണത്. അപ്പൊ ഞാൻ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം. പിന്നെ അടുത്ത എക്സസൈസും കൂടെ ഒരെണ്ണം കൂടെ ചെയ്യാൻ ബാക്കിയുണ്ട്. എക്സസൈസ് ഒക്കെ നമ്മുടെ ഇതിൽ ഇട്ടിട്ടുണ്ടോ? അത് ഇടും. ഓരോ ചാപ്റ്റർ കഴിയുന്നതനുസരിച്ച് ഇടും, നിങ്ങൾക്ക് ഇട്ട് തരും. സ്ക്രീൻ കാണുന്നില്ലേ എല്ലാവരും? Yes, ma'am. ഓക്കെ, എക്സസൈസ് 5 ആണ് കേട്ടോ. അപ്പൊ നമ്മൾ ചെയ്യാൻ പോണ എക്സസൈസ് 5. Put together the following pairs of nouns using S genitive or off genitive. അപ്പൊ നമ്മൾ S അപ്പോസ്ട്രഫി S ഇട്ടിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഓഫ് ഇട്ടിട്ട് ചെയ്യാനാണ്. ഞാൻ ഫസ്റ്റത്തെ ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് എ നോക്കിക്കേ, രാമു ബൈസൈക്കിൾ. ഓ, അതിനെ എങ്ങനെ പറയാ? രാമൂസ് ബൈസൈക്കിൾ എന്ന് നമുക്ക് പറയാം. അതുപോലെ തന്നെ ഓഫ് ഇട്ടിട്ട് എങ്ങനെയാ പറയുന്നത്? ബൈസൈക്കിൾ ഓഫ് രാമു, എ ബൈസൈക്കിൾ ഓഫ് രാമു, അല്ലെങ്കിൽ ദ ബൈസൈക്കിൾ ഓഫ് രാമു. അപ്പൊ അങ്ങനെ 2 രീതിയിലും എഴുതാനാണ് കേട്ടോ പറയുന്നത് ക്വസ്റ്റ്യനിൽ. ആദ്യം തന്നെ അപ്പോസ്ട്രഫി എസ്, ജെനറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ പൊസിഷൻ കാണിക്കുന്നത്, ഒരാളുടെ എന്താണ് അതിന്റെ ബിലോങ്ങിങ്, പൊസിഷൻ കാണിക്കുന്നതല്ലേ എസ് ജെനറ്റീവ്. അപ്പോസ്ട്രഫി എസ് ഇട്ടിട്ട്. അപ്പൊ അങ്ങനെ ചെയ്യാ. അതുപോലെ ഓഫ് ഇട്ടിട്ടും ചെയ്യാം. ഫസ്റ്റത്തെ ഞാൻ പറഞ്ഞെന്ന് രാമു ബൈസൈക്കിൾ, അങ്ങനെ ആ 2 വേർഡ്സിനെ നമ്മൾ ഒരുമിച്ചാക്കണം. രാമുവിന്റെ ബൈസൈക്കിൾ, അത് നമുക്ക് ഇംഗ്ലീഷിൽ 2 രീതി പറയാം. രാമൂസ് ബൈസൈക്കിൾ, രാമൂന്ന് എഴുതിയിട്ട് അപ്പോസ്ട്രഫി എസ് ഇട്ടിട്ട് ബൈസൈക്കിൾ. അപ്പൊ രാമൂസ് ബൈസൈക്കിൾ, രാമുവിന്റെ ബൈസൈക്കിളായി.
അപ്പൊ അങ്ങനെ ഒരു വേയിൽ പറയാ. അതുപോലെ തന്നെ ഓഫ് ചേർത്തിട്ട് ബൈസൈക്കിൾ ഓഫ് രാമു, അതും രാമുവിന്റെ ബൈസൈക്കിൾ എന്ന് തന്നെയാണ് അതിന്റെ മീനിങ്. ബൈസൈക്കിൾ ഓഫ് രാമു. അപ്പൊ രാമൂസ് ബൈസൈക്കിൾ ആൻഡ് ബൈസൈക്കിൾ ഓഫ് രാമു. ഇതേപോലെ എല്ലാം ചെയ്യണം കേട്ടോ. അതാണ് ക്വസ്റ്റ്യൻ. പിന്നെ ആ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കി. നെഹ്റു സ്റ്റാച്യു. ഫസ്റ്റ് അപ്പോസ്ട്രഫി എസ് ഇട്ടിട്ടൊന്ന് പറഞ്ഞു നോക്കി എല്ലാവരും. നെഹ്റു നെഹ്റു സ്റ്റാച്യു. സ്റ്റാച്യു ഓഫ് നെഹ്റു. സ്റ്റാച്യു ഓഫ് നെഹ്റു. സ്റ്റാച്യു ഓഫ് നെഹ്റു. ഓക്കെ. അപ്പൊ എല്ലാരും എഴുതി വെക്കട്ടാ. ഫസ്റ്റത്ത് രാമൂസ് ബൈസൈക്കിൾ, പിന്നെ ഒരു കോമ ഇട്ടിട്ട് എഴുതാം ബൈസൈക്കിൾ ഓഫ് രാമു, രണ്ടെണ്ണം എഴുതണം കേട്ടോ. അതേപോലെ നെക്സ്റ്റ് ബി നെഹ്റു സ്റ്റാച്യു, നെഹ്റു സ്റ്റാച്യു, പിന്നെ രണ്ടാമത്തത് സ്റ്റാച്യു ഓഫ് നെഹ്റു. ആ അത് എഴുതട്ടാ. എഴുതി വെക്കാം എന്റെ ആൻസർ. മാം ഒന്നുകൂടി പറയൂ. പറയാം. നെഹ്റൂസ് ഏത് രണ്ടാമത്തെയാണോ പറയേണ്ടത്? രണ്ടാമത്തത് ഫസ്റ്റും സെക്കൻഡും. ഓക്കെ പറയാം. ഫസ്റ്റ് എ രാമു ബൈസൈക്കിൾ, അങ്ങനെയാണ് രണ്ട് വേർഡ്സ് തന്നേക്കണത്. അത് നമ്മൾ എസ് ജെനറ്റീവ് ആക്കിയിട്ട് എഴുതി വെക്കണത് രാമൂസ് ബൈസൈക്കിൾ. രാമൂസ് ബൈസൈക്കിൾ. അതിന്റെ എസ് ജെനറ്റീവ് എന്ന് പറയുന്നത് രാമു എന്ന് എഴുതിയിട്ട് അപ്പോസ്ട്രഫി എസ്, എന്നിട്ട് ബൈസൈക്കിൾ. അപ്പോസ്ട്രഫി എന്ന് പറയുന്നത് രാമു എന്ന് എഴുതിയിട്ട് മുകളിൽ ഒരു കോമ, അതാണ് ഈ അപ്പോസ്ട്രഫി. രാമു എന്ന് എഴുതി മുകളിൽ നമ്മൾ കോമ ഇടണതാണ് അപ്പോസ്ട്രഫി. രാമൂസ് ബൈസൈക്കിൾ. രാമു എന്ന് എഴുതിയിട്ട് അപ്പോസ്ട്രഫി എസ് ബൈസൈക്കിൾ. രാമൂസ് ബൈസൈക്കിൾ. അത് അതിന്റെ എസ് ജെനറ്റീവ് ഫോം ആണ്. ഇനി ക്വസ്റ്റ്യനിൽ ഓഫ് ജെനറ്റീവും കൂടെ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഓഫ് ജെനറ്റീവ് ഫോം ആണ് ബൈസൈക്കിൾ ഓഫ് രാമു. ബൈസൈക്കിൾ ഓഫ് രാമു. ബൈസൈക്കിൾ ഓഫ് രാമു. അപ്പൊ എസ് ജെനറ്റീവ് രാമൂസ് ബൈസൈക്കിൾ, ഓഫ് ജെനറ്റീവ് ബൈസൈക്കിൾ ഓഫ് രാമു. തിരിച്ചു വരും ബൈസൈക്കിൾ ഓഫ് രാമു. ആദ്യത്തത് വെറുതെ അപ്പോസ്ട്രോഫി ഇട്ടിട്ട് ചെയ്യുന്നത്, മറ്റേ തിരിച്ചു വരുന്നത് ബൈസൈക്കിൾ ഓഫ് രാമു. അടുത്തത് ബി. ക്വസ്റ്റ്യൻ നമ്പർ ബി. നെഹ്റു സ്റ്റാച്യു. രണ്ട് വേർഡ്സ് അവിടെ നമ്മൾ യൂസ് ചെയ്യണത് നെഹ്റൂസ് സ്റ്റാച്യു. ഈ രണ്ട് വേർഡിനെ ഒരുമിപ്പിക്കണേണ് നമ്മള്. അപ്പൊ നെഹ്റൂസ് സ്റ്റാച്യു, അതിന്റെ എസ് ജെനറ്റീവ് ഫോം എന്ന് പറയുന്നത് നെഹ്റൂസ് സ്റ്റാച്യു. നെഹ്റു എന്ന് എഴുതി കഴിഞ്ഞിട്ട് അപ്പോസ്ട്രോഫി എസ് സ്റ്റാച്യു. നെഹ്റൂസ് സ്റ്റാച്യു. അടുത്ത അതിന്റെ ഓഫ് ജെനറ്റീവ് എന്ന് പറയുന്നത് തിരിച്ചു വരും സ്റ്റാച്യു ഓഫ് നെഹ്റു. സ്റ്റാച്യു ഓഫ് നെഹ്റു. കിട്ടിയില്ലേ? എഴുതിയില്ലേ അത്? എഴുതി മാം. ഓക്കെ. നെക്സ്റ്റ് സി. ഡോൾഫിൻ മെമ്മറി. എങ്ങനെയത്? സെയിം തന്നെ. ഡോൾഫിൻസ് മെമ്മറി. മെമ്മറി ഓഫ് ഡോൾഫിൻ. എല്ലാരും എഴുതിക്കോ കേട്ടോ. ഡോൾഫിൻസ് മെമ്മറി. എസ് ജെനറ്റീവ് ഡോൾഫിൻസ് മെമ്മറി. അതിന്റെ ഓഫ് ജെനറ്റീവ് മെമ്മറി ഓഫ് ഡോൾഫിൻ. My father is books. ഡി മൈ ഫാദേഴ്സ് ബുക്സ്, അല്ലെങ്കിൽ ബുക്സ് ഓഫ് മൈ ഫാദർ. ബുക്സ് ഓഫ് മൈ ഫാദർ. മൈ ഫാദേഴ്സ് ബുക്ക്, അതിന്റെ എസ് ജെനറ്റീവ് മൈ ഫാദേഴ്സ് ബുക്ക്, അതിന്റെ ഓഫ് ജെനറ്റീവ് ബുക്സ് ഓഫ് മൈ ഫാദർ. ബുക്സ് ഓഫ് മൈ ഫാദർ. അടുത്തത് ദ പിക്ചേഴ്സ് ഫ്രെയിം. അവിടെ രണ്ടിനും ദ വേണ്ട കേട്ടോ. ദ ഫ്രെയിം വേണ്ട. ഇവിടെ ഒരു ദ മതി. ഇവിടെ രണ്ട് ദ വേണ്ട. The picture is the pictures frame. Frame of the picture. frame of the picture. Yes, very good, very good. Frame of the picture.
India's Neighbor. neighbors. India's neighbors. മിസ് Neighbors. ഒന്നുകൂടെ പറഞ്ഞു മിസ്. ഓ എന്താണ് ആ പിക്ചറിന്റെ ഒന്നുകൂടെ പറഞ്ഞേ. ആ പിക്ചറിന്റെ രണ്ട് ദ ഫ്രെയിം വേണ്ട, ദ പിക്ചറും ഫ്രെയിമും മാത്രം മതി കേട്ടാ. അപ്പൊ ഇങ്ങനെ വരും എസ് ജെനറ്റീവ് ദ പിക്ചേഴ്സ് ഫ്രെയിം, ദ പിക്ചേഴ്സ് ഫ്രെയിം. അതിന്റെ ഓഫ് ജെനറ്റീവ് ഫ്രെയിം ഓഫ് ദ പിക്ചർ, ഫ്രെയിം ഓഫ് ദ പിക്ചർ. മാം ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. ചോദിച്ചു. മൈ ഫാദർ ബുക്ക് എന്നുള്ള മൈ ഫാദേഴ്സ് ബുക്സ് എന്ന് വരില്ല, ബുക്ക് എന്നേ വരുള്ളൂ. ഇല്ല, ബുക്സ് തന്നെയാണ്. നമ്മൾ ക്വസ്റ്റ്യനിൽ പ്ലൂറൽ ആയിട്ട് തന്നെ ബുക്സ് തന്നെയാണ്. മൈ ഫാദേഴ്സ് ബുക്സ്. ഓക്കെ മാം, ബുക്ക് എന്ന് പറഞ്ഞാൽ തോന്നിയതാ. സോറി ബുക്സ് എന്നാണ് ഞാൻ പറഞ്ഞത് തോന്നുന്നത്. ഓക്കെ, മൈ ഫാദേഴ്സ് ബുക്സ് കേട്ടാ, ബുക്സ് തന്നെയാണ് കേട്ടോ. എഫ് എഴുതി എല്ലാരും. ഇന്ത്യാസ് നെയ്ബേഴ്സ്, പിന്നെ അതിന്റെ ഓഫ് ജെനറ്റീവ് നെയ്ബേഴ്സ് ഓഫ് ഇന്ത്യ. ടീച്ചറെ ഈ വീക്കിന് എസ് വരുമോ ടീച്ചറെ? ഏതാണ് ഈ കോമട്ടിട്ടുള്ള എസ് വരും വീക്കിന്? ജി അല്ലേ? വരും വരും. എ വീക്സ് വേജസ് ഇവിടുത്തെ ഇവിടെ വരുന്നുണ്ട്. എ വീക്ക് അപ്പോസ്ട്രോഫി എസ്, എ വീക്സ് വേജസ്, ഒരു വീക്കിലെ വേജസ്. ജി ആണ് ട്ടാ. എ വീക്സ് വേജസ്, എ വീക്ക് കഴിഞ്ഞിട്ട് അപ്പോസ്ട്രോഫി എസ് വേജസ്. ഇവിടെ ഒന്നും ചേഞ്ച് ഇല്ല, എല്ലാം അങ്ങനെ തന്നെയാണ്. എ വീക്സ് വേജസ്, വേജസ് ഓഫ് എ വീക്ക്. എച്ചും അത് തന്നെ. ഗോഡ്സ് മിൽക്ക്, മിൽക്ക് ഓഫ് ഗോഡ്. എച്ച് വരെ എല്ലാരും എഴുതി ടൈം എടുത്തോ. ഓക്കെ, എച്ച് വരെ വേറെ ചേഞ്ച് ഒന്നും ഇല്ല കേട്ടോ, എല്ലാം അതുപോലെ തന്നെ. ഗോഡ്സ് മിൽക്ക്, പിന്നെ തിരിച്ചതുപോലെ മിൽക്ക് ഓഫ് ഗോഡ്. ആരും മ്യൂട്ട് ചെയ്തിട്ടില്ലല്ലോ. ഇനി ഐ പറഞ്ഞോട്ടെ. എല്ലാരും എച്ച് വരെ എഴുതി കഴിഞ്ഞാ? ഐയില് ഒരു ചെറിയ ചേഞ്ച് ഉണ്ട്, അതാണ് ഞാൻ ചോദിച്ചത്. ഐ ദ ബോയ്സ് അവിടെ ഓൾറെഡി പ്ലൂറൽ ആണ്. ഈ പ്ലൂറൽ ഉള്ളതിന്റെ പൊസസീവ് നമ്മൾ കാണിക്കുന്നത് ഇനി വേറൊരു എക്സിന്റെ ആവശ്യമില്ല. കാരണം ദ ബോയ്സ് കഴിഞ്ഞിട്ട് വെറുതെ ഒരു അപ്പോസ്ട്രഫി മാത്രം ഇട്ടാ മതി. ദ ബോയ്സ് കണ്ടില്ലേ അവിടെ, ദ ബോയ്സ് എന്ന് എഴുതിയത് കഴിഞ്ഞിട്ട് വെറുതെ ഒരു അപ്പോസ്ട്രഫി മാത്രം ഇട്ടാ മതി. അതിന്റെ പൊസിഷൻ ആണത്. കാണിച്ചത് ബോയ് നമ്മൾ എഴുതിയിട്ട് ബോയ്സ് എന്നല്ലേ ഓൾറെഡി, അപ്പൊ ഇതിന്റെ വെറുതെ ഒരു അപ്പോസ്ട്രഫി മാത്രം ഇട്ടാ മതി. ഇനി എസ് ആഡ് ചെയ്യണ്ട. അപ്പൊ എങ്ങനെ വരും? ദ ബോയ്സസ് സ്കൂള്, ബോയ്സ് അപ്പോസ്ട്രഫി, ബോയ്സസ് സ്കൂള്. അതിന്റെ അപ്പോസ്ട്രഫി അങ്ങനെ ഉണ്ടാ വന്നത്. ദ ബോയ്സ് എന്ന് എഴുതിയിട്ട് മുകളിൽ ഒരു അപ്പോസ്ട്രഫി മാത്രം ഇട്ടാ മതി, എസ് വേണ്ട, അപ്പോസ്ട്രഫി മാത്രം. ദ ബോയ്സസ് സ്കൂള്. തിരിച്ചു വരുമ്പോ സ്കൂൾ ഓഫ് ദ ബോയ്സ്. അതിന്റെ എസ് ജെനറ്റീവില് ഒരു ചെറിയ ചേഞ്ച് ഉണ്ട്. നമ്മൾ ദ ബോയ്സ് എന്ന് കണ്ടില്ലേ, ആ ബോയ്സ് കഴിഞ്ഞിട്ട് ഒരു അപ്പോസ്ട്രഫി മാത്രം ഇട്ടാ മതി. നമ്മൾ എല്ലാത്തിനും അപ്പോസ്ട്രഫി എസ് അല്ല ഇട്ടുകൊണ്ടിരുന്നത്. ഇവിടെ ഓൾറെഡി പ്ലൂറൽ ആയതുകൊണ്ട് പ്ലൂറൽ വാക്കുകൾക്ക് നമ്മൾ വെറുതെ അപ്പോസ്ട്രഫി മാത്രം ഇട്ടാ മതി. ഇനി രണ്ടാമത്തെ എസ് ചേർക്കണ്ട. അപ്പൊ ദ ബോയ്സസ് സ്കൂൾ, അപ്പൊ ബോയ്സ് എന്ന് എഴുതിയിട്ട് മുകളിലൊരു അപ്പോസ്ട്രഫി സ്കൂള്. ദ ബോയ്സസ് സ്കൂള്. ബോയ്സസ് എന്ന് ഞാൻ പറയണത് നിങ്ങൾക്ക് ആ പൊസിഷൻ ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ പിന്നെ തിരിച്ചിരിച്ച് പറയണത്. ദ ബോയ്സസ് സ്കൂൾ. സ്പെല്ലിങ്ങിനൊന്നും വ്യത്യാസമില്ല. BOYS, ബോയ്സ് എന്ന് എഴുതാ, അപ്പോസ്ട്രഫി ഇടാം. ബോയ്സ് എന്ന് എഴുതാ, അപ്പോസ്ട്രഫി ഇടാം. പിന്നെ സ്കൂള്, ദ ബോയ്സസ് സ്കൂൾ. പിന്നെ അതിന്റെ ഓഫ് ജെനറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂൾ ഓഫ് ദ ബോയ്സ്. ചേഞ്ച് ഇല്ല, സ്കൂൾ ഓഫ് ദ ബോയ്സ്. ചോദിക്കും. നമ്മൾ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ ബോയ്സസ് എന്ന് പറയുമോ? അത് കൂടുതൽ നിങ്ങൾക്ക് അത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി ഞാൻ ഒന്നും കൂടി ശരിക്കും പറഞ്ഞാൽ ഇത്രയും ക്ലിയർ ആയിട്ട് പറയൂല, ബോയ്സസ് എന്നൊന്നും പറയൂല. എന്നാലും അത് നിങ്ങൾക്ക് ക്ലിയർ ആവാൻ വേണ്ടിയാണ് ഞാൻ ഒന്നും കൂടി
അപ്പോസ്ട്രഫി ഇട്ട് പറഞ്ഞു തന്നെ കേട്ടോ. ബോയ്സസ് എന്നൊന്നും പറയൂല, അപ്പൊ നമ്മ- ബോയ്സ് ദ ബോയ്സ് അപ്പൊ സ്കൂൾ നമ്മൾ എന്താ പറയാ? ആ ഇത്രയും തിരിച്ച് പറയണ്ട, ഇത്തിരി പ്രൊണൗൺസിയേഷൻ ഇത്തിരി ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ദ ബോയ്സ് സ്കൂൾ എന്ന് തന്നെയാണ് പറയണത്. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് ബോയ്സസ് പറഞ്ഞു തന്നത്. പറയുമ്പോ നമ്മൾ ബോയ്സ് സ്കൂള് അങ്ങനെ പറയുള്ളൂ. ബോയ്സ് അപ്പോസ്ട്രഫി ഉണ്ട് അവിടെ. പ്രൊനൗൺസിയേഷനിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ബോയ്സ് അപ്പോസ്ട്രഫിയിലും വലിയ വ്യത്യാസവും ഇല്ല. എഴുതിയ എല്ലാരും അത് ശരി ശ്രദ്ധിക്കണം കേട്ടോ. അത് പ്ലൂറൽ വരുമ്പോ നമ്മള് വെറുതെ അപ്പോസ്ട്രഫി മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. എഴുതിയില്ല എല്ലാരും? ഇനി അടുത്ത് ജെ വ്യത്യാസമില്ല, അതുപോലെ തന്നെ മന്ത്സ് ഹോളിഡേ ഓഫ് എ മന്ത്. കഴിഞ്ഞോ? എല്ലാരും എഴുതിയെടുത്തില്ലേ? യെസ് മാം. ഓക്കെ, അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കുക, പ്ലൂറൽ ആണെങ്കിൽ അപ്പോസ്ട്രഫി മാത്രം. ജെ ഒന്നുകൂടി പറഞ്ഞ ടീച്ചറെ. അജയ് മന്ത്സ് ഹോളിഡേ, മന്ത് കഴിഞ്ഞിട്ട് അപ്പോസ്ട്രഫി എസ് ഹോളിഡേ. മന്ത്സ് ഹോളിഡേ ആൻഡ് എസ് ജെനറ്റീവ് ആൻഡ് ഓഫ് ജെനറ്റീവ് ഹോളിഡേ ഓഫ് എ മന്ത്. ഹോളിഡേ ഓഫ് എ മന്ത്. മാം എസ് ചേർക്കണോ? എസ് ചേർക്കണം, ഇതിൽ വേണം. ഇവിടെ മന്ത് അല്ലേ, പ്ലൂറൽ അല്ലല്ലോ, മന്ത്സ് പറഞ്ഞിട്ടില്ലല്ലോ, മന്ത് അല്ലേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ എ മന്ത് കഴിഞ്ഞിട്ട് അപ്പോസ്ട്രഫി എസ് ഹോളിഡേ. അതിന്റെ അടുത്ത് ഹോളിഡേ ഓഫ് മന്ത്സ് ആണ് എഴുതണ്ടേ? ഇല്ല, ഹോളിഡേ ഓഫ് എ മന്ത്. ഫസ്റ്റിൽ എ മന്ത് അല്ലേ കൊടുത്തേക്കണം. ഹോളിഡേ ഓഫ് എ മന്ത്. ഫസ്റ്റിൽ എ മന്ത് തന്നെയല്ലേ കൊടുത്തത്, അപ്പൊ ഒരു ചേഞ്ച് ഒന്നുമില്ല. അപ്പൊ ആകെ ഒരു ചേഞ്ച് വന്നത് ആ ക്വസ്റ്റ്യൻ ഐക്ക് മാത്രമാണ് കേട്ടോ. ഓക്കെ മാം. അതും ആ എസ് ജെനറ്റീവിന് മാത്രം. ഓക്കെ, കഴിഞ്ഞില്ലേ എല്ലാരും? യെസ് മാം. ഞാനില്ലല്ലോ എഴുതാൻ ബാക്കി? എല്ലാരും എഴുതിയില്ലേ? കഴിഞ്ഞു. യെസ്. ഓക്കെ. പിന്നെ അപ്പൊ നമുക്ക് ഇതോടുകൂടി നമ്മുടെ നൗൺസിന്റെ പോർഷൻ കഴിഞ്ഞ്. ഇനിയാണ് പ്രോണൗൺ. നമ്മൾ ഈ ചെയ്യുന്ന എക്സസൈസസ് എല്ലാവരും ഒന്നുകൂടി റിവൈസ് ചെയ്ത് നോക്കണം കേട്ടോ. ഇത് മാത്രമല്ല, നിങ്ങൾക്ക് കുറച്ച് വേറെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഗൂഗിളിൽ നിന്ന് എടുത്ത് ചെയ്ത് നോക്കിയൊക്കെ ചെയ്യണോട്ടോ. കാരണം ക്വസ്റ്റ്യൻസ് നമുക്ക് ഇംഗ്ലീഷിൽ കൂടുതലും ഈ എക്സസൈസസ് ആണ് വന്നത്. അല്ലാണ്ട് ഈ ഗ്രാമറിൽ നിന്ന് ഉള്ള റൂൾ എടുത്ത് ചോദിക്കൽ കുറവാണ്. നമുക്ക് ഈ എക്സസൈസസ് ആണ് കേട്ടോ മെയിൻ ആയിട്ട് നോക്കേണ്ടത്. ഓക്കെ, ഇനി അടുത്ത സെക്ഷനാണ് നമ്മൾ നൗൺസ് കഴിഞ്ഞ് ഇനി പ്രോണൗൺ. നൗൺ എന്ന് പറയുന്നത് എന്താണ്? നമ്മളൊരു നെയിമിംഗ് വേർഡ് അല്ലായിരുന്നു നൗൺ എന്ന് പറയുന്നത്. ഈ പ്രോണൗൺ എന്ന് പറയുന്നത് ഈ നൗണിന് പകരം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വേർഡാണ് പ്രോണൗൺ. നൗണിന് നമ്മൾ നേരത്തെ പറഞ്ഞ കോമൺലി യൂസ്ഡ് ആയിട്ടുള്ള നൗൺസ്, അത് കോമൺ ആവാം, പ്രോപ്പർ ആവാം, എന്തുവാണെങ്കിലും അതിന് ഈ നൗണിന് പകരമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് പ്രോണൗൺ. Pronoun is a word that we use in place instead of a noun. Pronoun is a word that we use in place of a noun, അല്ലെങ്കിൽ instead of a noun. നൗണിനെ റീപ്ലേസ് ചെയ്യുന്ന, നൗണിന് പകരം ഉപയോഗിക്കുന്ന ഒരു വേർഡാണ് പ്രോണൗൺ. ഇറ്റ് ഈസ് ഒന്നുകൂടി പറയൂ മാം. പറയാം. നൗണിന് പകരം യൂസ് ചെയ്യുന്ന വേർഡാണ് പ്രോണൗൺ. നമ്മൾ നേരത്തെ നൗൺസിനെ കുറിച്ച് പറഞ്ഞില്ല. നൗൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ നൗൺ ഉണ്ട്, പ്രോപ്പർ നൗൺ ഉണ്ട്, ഹീ ഷീ, കോമൺ നൗൺ, പ്രോപ്പർ നൗൺ ഒക്കെ നമ്മൾ പഠിച്ചില്ലേ. ഒരു ഇപ്പൊ സ്കൂൾസിന്റെ മൗണ്ട് ആബോ സ്കൂൾ, രാജഗിരി സ്കൂൾ, രാമു, ലീല, ഇതെല്ലാം ഒരു നൗൺസ് ആണ് നമ്മൾ പഠിച്ചില്ലേ, ഒരു നെയിമിംഗ് വേർഡ് ആണെന്ന്. അപ്പൊ നേരത്തെ പഠിച്ച ആ നൗൺസിന് പകരം യൂസ് ചെയ്യുന്ന വേർഡാണ് പ്രോണൗൺ.
ഒരു നൗണിന് പകരം യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് പ്രോണൗൺ. നമ്മളിപ്പോ ഒരു ഫോർ എക്സാമ്പിൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഞാനിപ്പോ അരുൺ എന്ന് പറഞ്ഞ ഒരു ആൺകുട്ടിനെ കുറിച്ച് പറയാനാണ്. അരുൺ ഇസ് എ ബോയ്. അരുൺ is studying in class 10. Arun is a very good boy. Arun has a bicycle. Arun lives near കളമശ്ശേരി. ഇങ്ങനെ ഞാൻ അരുൺ 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 എന്ന് പറയുന്നത് അവിടുത്തെ നൗൺ അല്ലേ, പ്രോപ്പർ നൗൺ ആണ് അരുൺ. ഈ അരുൺ 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 എന്ന് ഞാൻ പിന്നെയും പിന്നെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കണേ. അപ്പൊ ഈ അരുണിന് പകരം നമുക്ക് അവിടെ ഒരു പ്രോണൗൺ യൂസ് ചെയ്യാം. അവിടെ നമ്മൾ യൂസ് ചെയ്യണ പ്രോണൗൺ ആണ് ഹി. ഫസ്റ്റത്തെ സെന്റൻസിൽ മാത്രമേ നമ്മൾ അരുണിനെ പറയണുള്ളൂ. അരുൺ ഇസ് എ ബോയ്. പിന്നെ നമ്മൾ പറയണത് ഹി ഇസ് സ്റ്റഡിയിങ്, ഹി ഇസ് ഗോയിങ്, ഹി ഹാസ് എ ബൈസൈക്കിൾ, ഹി കണ്ട. അപ്പൊ ഈ നേരത്തെ പറഞ്ഞ അരുൺ എന്ന് പറഞ്ഞ നൗണിന് പകരം നൗണിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് വരുന്ന ഒരു വേർഡാണ് പ്രോനൗൺ. പ്രോനൗൺ ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് യൂസ് ടു റീപ്ലേസ് എ നൗൺ. നൗണിന് പകരം യൂസ് ചെയ്യുന്ന വേർഡാണ് പ്രോനൗൺ. ഇറ്റ് ഈസ് യൂസ് ടു അവോയ്ഡ് ദ റെപ്പിറ്റീഷൻ ഓഫ് എ നൗൺ. ഇപ്പം ഞാൻ പറഞ്ഞ എക്സാമ്പിൾ കണ്ട അരുൺ അരുൺ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് വരുന്നതിന് പകരം വി യൂസ് ദ പ്രോനൗൺ. അപ്പൊ ഹി എന്നുള്ള നൗണക്ക് നമ്മൾ യൂസ് ചെയ്യാം കേട്ടാ. അപ്പൊ അതാണ് പ്രോനൗൺസ്. ഇനി പ്രോനൗൺസ് നമ്മൾ നൗൺസ് പഠിച്ച പോലെ തന്നെ പ്രോനൗൺസും ദർ ആർ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രോനൗൺസ്. മെയിൻലി ദർ ആർ 9. നമുക്ക് ഇതിന്റെ പേരുകൾ മാത്രം ആദ്യം പഠിക്കാം. എക്സാമ്പിൾസ് നിങ്ങൾ നോക്കേണ്ട പേരുകൾ മാത്രം. പേഴ്സണൽ പ്രോനൗൺസ്, എംഫാറ്റിക് പ്രോണൗൺ. ഇതെന്താണ് ഓരോന്നും ഞാൻ ഡിസ്ക്രൈബ് ചെയ്ത് തരാം കേട്ടോ. ആദ്യത്തെ പേരുകൾ മാത്രം നോക്കി നോക്കാം. പേഴ്സണൽ പ്രോനൗൺസ്, എംഫാറ്റിക് പ്രോനൗൺസ്, റിഫ്ലെക്സീവ് പ്രോനൗൺ, ഇൻഡെഫിനിറ്റ് പ്രോനൗൺസ്, ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോനൗൺസ്, ഡെമോൺസ്ട്രേറ്റീവ് പ്രോനൗൺ, ഇന്ററോഗേറ്റീവ് പ്രോനൗൺസ്, റിലേറ്റീവ് പ്രോനൗൺ, റെസിപ്രോക്കൽ പ്രോനൗൺസ്. ഇങ്ങനെ 9 തരം പ്രോനൗൺസ് ഉണ്ട്. ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട് ഇനി. അപ്പൊ 9 തരമുണ്ട്, അത്ര മനസ്സിലാക്കിയിരിക്കും. 9 തരമുണ്ട്. 9 പേരുകളും പഠിച്ചു നോക്കാം. പേഴ്സണൽ പ്രോനൗൺ, എംഫാറ്റിക് പ്രോനൗൺ, റിഫ്ലെക്സീവ് പ്രോനൗൺ, ഇൻഡെഫിനിറ്റ് പ്രോനൗൺ, ഡിസ്ട്രിബ്യൂട്ടീവ്, ഡെമോൺസ്ട്രേറ്റീവ്, ഇന്ററോഗേറ്റീവ്, റിലേറ്റീവ് ആൻഡ് റെസിപ്രോക്കൽ. അങ്ങനെ 9 തരമുണ്ട് കേട്ടോ. നമുക്കിപ്പോ ഫസ്റ്റത്തെ ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. പേഴ്സണൽ പ്രോനൗൺ. പേഴ്സണൽ മീൻസ് നമുക്ക് പേഴ്സണലി നമുക്ക് അറിയാവുന്ന സംതിങ് ഇൻ പേഴ്സൺ, നമ്മളോടുകൂടി എന്തെങ്കിലും ആസ് എ പേഴ്സൺ അത് ഡിനോട്ട് ചെയ്യണ ഒരു പ്രോനൗൺ. പേഴ്സൺ, നമ്മളെപ്പോഴും പേഴ്സൺ പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മുടെ കാര്യമല്ലേ പറയണം. അപ്പൊ ഐ ഒരു പേഴ്സണൽ പ്രോനൗൺ ആണ്. ഐ. പിന്നെ ഐന്റെ പ്ലൂറൽ എന്താ? ഐ എന്ന് പറഞ്ഞാൽ ഞാൻ. ഐന്റെ പ്ലൂറൽ എന്തായിരിക്കും? ഞാൻ ഉൾപ്പെടെയുള്ള കുറച്ചു പേര്, അതാണ് വി അല്ലെ. ഞാൻ ഉൾപ്പെടെയുള്ള കുറച്ചു പേര് വി, ഞങ്ങൾ, അതാണ് വി. പിന്നെ വരുന്നത് ഏതായിരിക്കും? യു. ആദ്യത്തെ ഫസ്റ്റ് പേഴ്സൺ എന്ന് പറയുന്നതാണ് ഞാൻ. ഐ എന്ന് പറയുന്നത് ഫസ്റ്റ് പേഴ്സൺ. നമ്മളെപ്പോഴും നമ്മൾ കഴിഞ്ഞിട്ടല്ലേ വേറെ ഒരാളുള്ളൂ നമുക്ക്. അപ്പൊ ഫസ്റ്റ് പേഴ്സൺ എന്ന് പറയുന്നത് ഐ ആണ് ട്ടോ. ഐന്റെ പ്ലൂറല് വി. ഞാൻ ഉൾപ്പെടെ കുറച്ചു പേരും കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾ എന്ന് നമ്മൾ പറയില്ലേ, അപ്പൊ അത് വി. ഇനി സെക്കൻഡ് പേഴ്സൺ എന്ന് പറയുന്നത് യു, നിങ്ങൾ. ഈ യുക്ക് ഒരു പ്രത്യേകതയുണ്ട്. യു സിംഗുലർ ആയിട്ടും പ്ലൂറൽ ആയിട്ടും യു തന്നെയാണ്. നിങ്ങൾ തന്നെ കണ്ടാ. നിങ്ങൾ എന്ന് പറഞ്ഞാൽ അതിന് വേറെ പ്ലൂറൽ ആയിട്ട് നമ്മൾ യു തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഡൗട്ട് ഉണ്ടേ. ചോദിച്ചോളൂ. ഇതേ നേരത്തെ എടുത്തതാന്ന് തോന്നുന്നു. എടുത്തതാണ് ഞാനത് എടുത്തതാണ്. എനിക്കറിയാം, ഞാൻ കുറച്ച് എംഫാറ്റിക് വരെയൊക്കെ എടുത്തിട്ടുണ്ട്. ഒന്നും കൂടി ഞാൻ ജസ്റ്റ് പറഞ്ഞു തന്നെയാണത്. പ്രോണൗൺ പുതിയതായിട്ട് തുടങ്ങാന്ന് ഓർത്താണ്. ഓക്കെ. അപ്പൊ വി, ഐ, വി, യു. യു എന്ന് പറഞ്ഞാൽ പ്ലൂറലും സിംഗുലറും സെയിം തന്നെയാണ്. ഇപ്പൊ ഫസ്റ്റ് പേഴ്സൺ ആയി, സെക്കൻഡ് പേഴ്സൺ ആയി. ഇനിയുള്ളതാണ് തേർഡ് പേഴ്സൺ, മൂന്നാമതൊരാൾ. അപ്പൊ ഐയും വിയും അല്ലാത്ത എല്ലാ ആൾക്കാരും തേർഡ് പേഴ്സൺ ആണ്. അപ്പൊ ആരൊക്കെ ആയിരിക്കും പിന്നെ ഞാനത്? ഹി, ഷീ, ഇറ്റ്. ഹി, ഷീ, ഇറ്റ്. ഹി, ഷീ, ഇറ്റ്. ഇവരുടെ ഈ ഹി, ഷീ, ഇറ്റിന്റെ പ്ലൂറല് നമ്മൾ ദേ ആണ്. ദേ, അവർ. അതായത് ഞാൻ ഐ എന്ന് പറയണതോ ആള് അതിൻ്റെ അകത്ത് ഇല്ലാത്തതുകൊണ്ട് അത് അവർ. ഞാനുണ്ടെങ്കിൽ അത് ഞങ്ങൾ എന്നല്ലേ നമ്മൾ പറയുള്ളൂ. അപ്പൊ ഹി, ഷീ, ഇറ്റിന്റെ പ്ലൂറല് ദേ. ഞാൻ ഒന്നും കൂടി പറയാം. ഫസ്റ്റ് പേഴ്സൺ ഐ ആണ്. ഐന്റെ പ്ലൂറല് വി. സെക്കൻഡ് പേഴ്സൺ എന്ന് പറയുന്നത് യു ആണ്. യുവിന്റെ പ്ലൂറലും സിംഗുലറും സെയിം തന്നെയാണ്. യു തന്നെയാണ്. ഇനി തേർഡ് പേഴ്സൺ എന്ന് പറയുന്നത് ഹി, ഷീ, ഇറ്റ്.
ഹി, ഷീ, ഇറ്റ്. അതിന്റെ പ്ലൂറൽ എന്ന് പറയുന്നത് ദേ ആണ്. ഇത്രയാണ് ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ. ഇനി പേഴ്സണൽ പ്രോണൗൺസ് എന്താണെന്ന് നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഓക്കെ, നോക്കിക്കോ. Personal pronouns are used to refer back to someone or something that has already been mentioned. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നേരത്തെ മെൻഷൻ ചെയ്തപ്പോൾ ഞാൻ അരുണിന്റെ കേസ് പറഞ്ഞില്ലേ, അപ്പം നേരത്തെ മെൻഷൻ ചെയ്ത് നേരത്തെ പറഞ്ഞ ഒരു കാര്യത്തിന് പിന്നെയും നമ്മൾ അതിനോട് മെൻഷൻ ചെയ്തിട്ട് പറയണയാണെങ്കിൽ അതിനു വേണ്ടി യൂസ് ചെയ്യണതാണ് ഈ പേഴ്സണൽ പ്രോണൗൺസ്. നമുക്ക് നേരത്തെ പറഞ്ഞൊരു കാര്യത്തിന് പിന്നെ നമുക്ക് അതിനെക്കുറിച്ച് പറയാനുണ്ടെങ്കിൽ വി യൂസ് ദിസ് പേഴ്സണൽ പ്രോണൗൺസ്. ഈ പേഴ്സണൽ പ്രോണൗൺസ് എന്ന് പറയുന്നത് it can be divided into subject pronoun, object pronoun and possessive. സബ്ജക്റ്റ് ആയിട്ട് വരുന്ന പ്രോണൗൺസ് ആണ് സബ്ജക്ട് പ്രോണൗൺ. ഇനി ഒബ്ജക്റ്റ് ആയിട്ട് വരുന്ന അതിന്റെയൊക്കെ എക്സാമ്പിൾസ് വരുമ്പോൾ ഒന്നുകൂടി ക്ലിയർ ആവട്ടെ. ഒബ്ജക്റ്റ് ആയിട്ട് വരുന്നത് ഒബ്ജക്ട് പ്രോണൗൺ. പൊസസീവ്, നേരത്തെ പൊസഷൻ, ഒരു സാധനം നമ്മുടെ ആണ്, ബിലോങ്ങിങ്, എന്റെ സാധനമാണ് അത്, അല്ലെങ്കിൽ എന്റെ സംതിങ് ദാറ്റ് ബിലോങ്സ് ടു മീ, അതാണ് ഈ പൊസഷൻ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനത്തെ പൊസസീവ് പ്രോണൗൺസ്. Then they are also classified into person, first person, second person, third person. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ് ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ. ഇനി സബ്ജക്റ്റ് പ്രോണൗൺ, ഒബ്ജക്ട് പ്രോണൗൺ, പൊസസീവ് പ്രോണൗൺ അതെന്താന്ന് നോക്കാം. ഇവിടെ സബ്ജക്ട് പ്രോണൗൺ. ഈ സബ്ജക്ട് പ്രോണൗൺ എന്ന് പറയുന്നത് ഒരു സെന്റൻസിന്റെ സബ്ജക്റ്റ് ആയിട്ട് വരുന്നതെങ്കിൽ അതിന് നമ്മൾ സബ്ജക്ട് പ്രോണൗൺ. ഇപ്പൊ എക്സാമ്പിൾ നോക്കി, ഐ ആം എ ടീച്ചർ. ഐ ആം എ ടീച്ചർ എന്ന് പറയുന്നത് അതിൻ്റെ അത് സബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്തിനെ കുറിച്ചാണ് ആ സെന്റൻസ് സംസാരിക്കുന്നത്, അതാണ് അതിന്റെ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഐ ആം എ ടീച്ചർ, അപ്പൊ അതിൽ ആരെ കുറിച്ചാ പറയാ, ഐനെ കുറിച്ചല്ലേ പറയണത്. അപ്പൊ ആ ഐ എന്ന് പറയുന്നത് അവരുടെ പ്രോണൗൺ അല്ലേ. അപ്പൊ ആ ഐ ഇസ് ദ സബ്ജക്ട് ദർ. സോ ഐ ഇസ് ദ സബ്ജക്ട് പ്രോണൗൺ ദർ. അപ്പൊ ഐ ഇവിടെ സബ്ജക്റ്റ് ആയിട്ടാണ് വരുന്നത്, ആ സെന്റൻസിലെ സബ്ജക്റ്റ് ആണ് ഐ. അപ്പൊ അങ്ങനെ വരുന്ന പ്രോണൗൺസ് നമ്മൾ സബ്ജക്ട് പ്രോണൗൺ എന്ന് പറയും. ഇനി രണ്ടാമത് വന്നേക്കണം, നോക്കിയേ, അത് ആ എക്സാമ്പിൾ നോക്കിയേ, ഷാഹിന റെസ്പെക്ട്സ് മീ. ഇവിടുത്തെ സബ്ജക്ട് ഏതാ, ഷാഹിനയാണ് ഇവിടുത്തെ സബ്ജക്ട്. ഷാഹിന, നമ്മളിവിടെ ഷാഹിനെ കുറിച്ചാ പറയുന്നത്. ബട്ട് ഇവിടെ വന്നേക്കണ പ്രോണൗൺ ഏതാ, മീ ആണ് ഇവിടുത്തെ പ്രോണൗൺ. ഇവിടെ ആ മീ എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റ് ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പൊ ഒബ്ജക്റ്റ് ആയിട്ട് വരുന്ന പ്രോണൗൺ ആണ് ഒബ്ജക്ട് പ്രോണൗൺ. അപ്പൊ ഷാഹിന റെസ്പെക്ട്സ് മീ, മീ എന്ന് പറയുന്നത് അതിന്റെ ഒബ്ജക്ട് പ്രോണൗൺ ആണ്. അപ്പൊ ഐന്റെ ഒബ്ജക്ട് പ്രോണൗൺ ആണ് ഈ മീ. ഐ ഒരു ഒബ്ജക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് മീ ആണ് കേട്ടാ. ഐ എപ്പോഴും സബ്ജക്റ്റ് ആയിട്ട് വന്നാലാണ് നമ്മൾ ഐ എഴുതണത്. ഇൻ കേസ് ഇപ്പൊ നമ്മൾ ഒബ്ജക്റ്റ് ആയിട്ട് വരുന്ന ഒരു കേസ് ആണെങ്കിൽ വി യൂസ് ദ വേർഡ് മീ. ഇനി വെൻ വി യൂസ് pronouns used that denote possession. ഇനിയിപ്പോ എനിക്ക് എന്റെ ഇപ്പം മൈ ബാഗ് അല്ലെങ്കിൽ മൈ കാർ ഇപ്പൊ എന്റേതാണ് എന്ന് കാണിക്കണമെങ്കിൽ അത് എന്റെ പൊസിഷൻ കാണിക്കണല്ലേ. നമ്മൾ അപ്പോസ്ട്രഫി എസ് ഇടാണ്ട് തന്നെ നമ്മൾ പറയണേ ഇത് എന്റെ കാറാണ്, മൈ കാർ. അപ്പോസ്ട്രഫി എസ് ഒന്നും ഇടാണ്ട് നമ്മൾ പറയണേ മൈ കാർ. അപ്പൊ ഇറ്റ് ഷോസ് എ പൊസിഷൻ, അത് എന്റേതാണെന്ന് ഞാൻ കാണിക്കണല്ലേ. അപ്പോ ആ മൈ എന്ന് പറയണത് ഇറ്റ്സ് എ പൊസഷൻ, ഇറ്റ്സ് ഷോസ് ദ പൊസിഷൻ and it is the possessive pronoun. അപ്പൊ ഐന്റെ ഇപ്പൊ നമ്മൾ 3 കാര്യം പഠിച്ച്, ഐന്റെ സബ്ജക്ട് പ്രോണൗൺ ഐ, അത് അതിന്റെ ഒബ്ജക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇറ്റ് ബിക്കംസ് മീ. ദെൻ പൊസസീവ് എന്ന് പറയുമ്പോൾ മൈ. ഓക്കെ, ആ ഒരു ബോക്സ് കണ്ടിട്ടുണ്ട്, അടിയിലൊരു ബോക്സ് കണ്ടു, അതിൽ അതൊന്നുകൂടി ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നോക്കിക്കേ, സബ്ജക്ട് പ്രോണൗൺ അത് ഐ ആയിട്ടാണ് വന്നിട്ടുണ്ടെങ്കിൽ, സബ്ജക്ട് പ്രോണൗൺ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് അതിന്റെ ഒബ്ജക്ട് പ്രോണൗൺ എന്ന് പറയുന്നത് മീ. കണ്ട, ഐന്റെ ഒബ്ജക്ട് പ്രോണൗൺ എന്ന് പറയുന്നത് മീ. ദെൻ അത് തന്നെ പൊസസീവ് പ്രോണൗൺ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ മൈ ഓർ മൈൻ, രണ്ടും വരാം കേട്ടോ, മൈ ഓർ മൈൻ. ഇപ്പൊ നമ്മൾ ഫസ്റ്റ് പേഴ്സന്റെ കാര്യമാണ്. ഫസ്റ്റ് പേഴ്സൺ ആരായിരുന്നു, ഐ അല്ലായിരുന്നു ഫസ്റ്റ് പേഴ്സൺ. അപ്പൊ ഈ ഫസ്റ്റ് പേഴ്സൺ ആയ ഐ, അതിന്റെ സബ്ജക്ട് പ്രോണൗൺ ഐ സബ്ജക്ട് പ്രോണൗൺ ആണ്. ഒബ്ജക്ട് പ്രോണൗൺ, ഐന്റെ ഒബ്ജക്ട് പ്രോണൗൺ എന്താണ്, മീ. ഐന്റെ ഒബ്ജക്ട് പ്രോണൗൺ എന്ന് പറയുന്നത് മീ ആണ്. അത് പിന്നെ പൊസഷൻ കാണിക്കാം, അതിന്റെ തന്നെ പൊസസീവ് പ്രോണൗൺ എന്ന് പറയുന്നത് മൈ ഓർ മൈൻ, മൈ ഓർ മൈൻ.
ഈ ബോക്സ് എല്ലാവരും പഠിക്കണം കേട്ടോ. അപ്പൊ സബ്ജക്ട് പ്രോണോൺ ഐ സബ്ജക്ട് പ്രോണോൺ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒബ്ജക്ട് പ്രോണോൺ ഇറ്റ്സ് മീ, ഐ, മീ. പിന്നെ അതിന്റെ പൊസസീവ് പ്രോണോൺ എന്ന് പറയുന്നത് മൈ ഓർ മൈൻ, രണ്ടും വരാം. അപ്പൊ ഐ, മീ, മൈ, മൈൻ. ഐ, മീ, മൈ, മൈൻ. അപ്പൊ ഐ എന്ന് പറയുന്നത് സബ്ജക്ട് പ്രോണോൺ, ഒബ്ജക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇറ്റ് ബിക്കംസ് മീ. അതിന്റെ പൊസിഷൻ കാണിക്കാനാണെങ്കിൽ മൈ ഓർ മൈൻ. ഇതാണ് ഫസ്റ്റ് പേഴ്സന്റെ പ്രോണോൺ ഫോംസ്. ഒന്നും കൂടി പറയാം, സബ്ജക്റ്റ് ആയിട്ടാണ് നമുക്ക് ഐ വരുന്നതെങ്കിൽ ഐ തന്നെ എഴുതും. ദെൻ അതിന്റെ ഒബ്ജക്റ്റ് ആയിട്ട് ഇപ്പൊ ഞാൻ എന്നെ കുറിച്ച് പറയണേ, എനിക്ക് പക്ഷെ എന്നെ കുറിച്ച് പറയണമെങ്കിൽ അതെനിക്ക് ഒബ്ജക്റ്റ് ആണ്, മെയിൻ ആയിട്ടുള്ള സംഭവമല്ല. അപ്പൊ അത് ഐന്റെ ഒബ്ജക്റ്റീവ് പ്രോണോൺ മീ. പിന്നെ എനിക്ക് എന്റേതായ എന്തെങ്കിലും ഒരു പൊസിഷൻ കാണിക്കാം, എന്റെ സാധനമാണ് അല്ലെങ്കിൽ എന്റെ സംതിങ് ദാറ്റ് ബിലോങ്സ് ടു മീ, അത് കാണിക്കണമെന്നുണ്ടെങ്കിൽ ഐ യൂസ് ദ വേർഡ് മൈ ഓർ മൈൻ. ഇപ്പൊ ഇവിടെ ആ എക്സാമ്പിൾ കാണിച്ച പോലെ ഐ ആം എ ടീച്ചർ, അതില് സബ്ജക്ട് പ്രോണോൺ ഐ. ദെൻ ഷാഹിന റെസ്പെക്ട്സ് മീ, അപ്പൊ ഷാഹിന എന്നെ റെസ്പെക്ട് ചെയ്യണേ. അപ്പം മീ അവിടുത്തെ ഒബ്ജക്ട് പ്രോണോൺ ആണ്. അപ്പം ഐന്റെ ഒബ്ജക്ട് പ്രോണോൺ മീ ആണ്. ദെൻ അജ്മൽ ഇസ് മൈ സൺ, എന്റെ മകനാണ് അജ്മൽ. അപ്പം എന്റെ മകൻ എന്ന് കാണിക്കണമെങ്കിൽ മൈ സൺ. അപ്പൊ ഐ, മീ ആൻഡ് ഇറ്റ് ബിക്കംസ് മൈ ഓർ മൈൻ കേട്ടാ. അതാണ് ഫസ്റ്റ് പേഴ്സൺ ഐന്റെ. ഐ, മീ, മൈ, മൈൻ കേട്ടാ. ഇപ്പൊ തന്നെ ഇത് പഠിച്ചു പോണോ കേട്ടോ. സബ്ജക്ട് പ്രോണോൺ ഐ, ദെൻ അതിന്റെ ഒബ്ജക്ട് പ്രോണോൺ മീ, അതിന്റെ പൊസസീവ് പ്രോണോൺ മൈ അല്ലെങ്കിൽ മൈൻ. ഓക്കെ, ഫസ്റ്റ് പേഴ്സന്റെ ഉണ്ട് ഇത്. ഇനി ഇതിനി പ്ലൂറൽ, ഐന്റെ പ്ലൂറൽ എന്താ? വി അല്ലെ. ഐന്റെ പ്ലൂറൽ ഞാൻ നേരത്തെ പറഞ്ഞ് വി ആണെന്ന്. അപ്പൊ വി സബ്ജക്ട് പ്രോണോൺ ആയിട്ട് വരുന്ന ഇതാണ് വി തന്നെ. ഇനി അത് ഒബ്ജക്ട് പ്രോണോൺ ആയിട്ട് വരുന്നതാണെങ്കിൽ വി യൂസ് അസ്. വി മാറി അസ് ആകും. വി മാറി അസ് ആകും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ മൈ ഒക്കെ യൂസ് ചെയ്ത പോലെ അതിന്റെ പ്ലൂറൽ ഫോമിൽ നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ ഇറ്റ് ബിക്കംസ് അവർ ഓർ അവേഴ്സ്. അപ്പൊ വി, അസ്, അവർ ഓർ അവേഴ്സ്. വി, അസ്, അവർ ഓർ അവേഴ്സ്. മിസ് ഈ അസ്ന്ന് വരുമ്പോ നമ്മളെ അങ്ങനെയാണോ വരിക? അത് തന്നെ. വി, അസ്, അവർ ഓർ അവേഴ്സ്. അപ്പൊ ഐ, മീ, മൈ, മൈന്. അപ്പൊ സബ്ജക്റ്റ്, ഒബ്ജക്റ്റ്, പൊസസീവ് അത് മനസ്സിൽ ഓർത്ത് വെക്കുക. ഐ, മീ, പിന്നെ അതിന്റെ പൊസിഷൻ മൈ ഓർ മൈൻ. പിന്നെ അതുപോലെ ഈ ഐ പ്ലൂറൽ ആയി കഴിയുമ്പോൾ, ഐ എന്ന് പറയുന്നത് സിംഗുലറിന്റെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി ഈ ഐ പ്ലൂറൽ ആയി കഴിയുമ്പോൾ ഇറ്റ് ബിക്കംസ് വി. വി ബിക്കംസ് ഒബ്ജക്റ്റ് ആവുമ്പോൾ ഇറ്റ് ബിക്കംസ് അസ്. പിന്നെ അതേപോലെ അതിന്റെ പൊസിഷൻ കാണിക്കാൻ അവർ ഓർ അവേഴ്സ്. ഓക്കെ, ഇത് ഫസ്റ്റ് പേഴ്സൺ. ഫസ്റ്റ് പേഴ്സൺ എന്ന് പറയുന്നത് ഐന്റെ പ്ലൂറല് വി. ഫസ്റ്റ് പേഴ്സൺ ഐന്റെ പ്ലൂറല് വി. മാം, ഈ അവറും അവേഴ്സും തമ്മിലുള്ള വ്യത്യാസം എന്താ? അത് കൂടുതലും ഈ മൈനും അവേഴ്സ് ഒക്കെ സെന്റൻസിന്റെ ലാസ്റ്റ് ആയിട്ടാണ് വരുന്നത്. അത് അടുത്ത എക്സാമ്പിൾസിൽ വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഒന്നും കൂടി മനസ്സിലാവും. ലാസ്റ്റ് മെയിൻലി മോസ്റ്റ് ഓഫ് ദ കേസസിൽ ഈ മൈനും അവേഴ്സും ഒക്കെ സെന്റൻസ് ഇറ്റ് ഇസ് മൈൻ ലാസ്റ്റ് ആയിട്ട്, സെന്റൻസിൽ ലാസ്റ്റ് ആയിരിക്കും ഈ മൈനും അവേഴ്സ് ഒക്കെ കൂടുതലും സെന്റൻസസിൽ വരുന്നത്. അതാണ് വ്യത്യാസമുള്ളത്. അപ്പൊ രണ്ട് കേസും വരാം. മൈനും അതിന്റെ പൊസസീവ് പ്രോണോൺ തന്നെയാണ്. ഓക്കെ, ഇനി ഇപ്പൊ നമ്മൾ ഫസ്റ്റ് പേഴ്സന്റെ പറഞ്ഞത്. ഇനി സെക്കൻഡ് പേഴ്സൺ ആരായിരുന്നു? യു അല്ലേ. യു സിംഗുലർ. ഞാൻ നേരത്തെ പറഞ്ഞു യു സിംഗുലർ ആയാലും പ്ലൂറൽ ആയാലും യു തന്നെയാണ്. അപ്പൊ ഫസ്റ്റ് ഇനി അതിന്റെ സബ്ജക്ട് പ്രോണോൺ യു, അതിന്റെ ഒബ്ജക്ട് പ്രോണോണും യു തന്നെയാണ്, അതിന്റെ പൊസസീവ് പ്രോണോണും യു തന്നെ. പിന്നെ അതിന്റെ ഒപ്പം തന്നെ യുവേഴ്സും വരാം. അപ്പൊ യു മൂന്നും യു തന്നെയാണ് വരുന്നത്. അതിന്റെ ഒപ്പം തന്നെ എക്സെപ്ഷണൽ കേസ് ആയിട്ട് യുവേഴ്സ് പൊസസീവ് വരും. പിന്നെ തേർഡ് പേഴ്സൺ ആരായിരുന്നു? ഹി, ഷീ, ഇറ്റ് ആണ് തേർഡ് പേഴ്സൺ. ഇവരുടെ മൂന്ന് പേരുടെ പ്ലൂറൽ ആണ് ദേ. അപ്പൊ ഇനി ഇത് നോക്കിക്കേ, ഈ തേർഡ് പേഴ്സന്റെ നോക്കട്ടോ. ഈ സബ്ജക്ട് പ്രോണോൺ ഹി, ഫസ്റ്റത്തത് സബ്ജക്ട് പ്രോണോൺ ഹി, അതിന്റെ ഒബ്ജക്ട് പ്രോണോൺ ആണ് ഈ ഹിം. എടാ ഇത് ടേബിളിലൊരു മിസ്അറേഞ്ച് ചെയ്ത് നിൽക്കുന്നതുകൊണ്ടാണ് ആ ഒരു കൺഫ്യൂഷൻ വരുന്നത്. ഓക്കെ, ഒബ്ജക്ട് പ്രോണോൺ ആണ്
അതിന്റെ ഹിം. ദെൻ പൊസസീവ് പ്രോണൗൺ ആണ് ഹിസ്. കേട്ടാ, നിങ്ങൾക്ക് അത് ഒരു കൺഫ്യൂഷൻ വരരുത് കേട്ടാ. സബ്ജക്ട് പ്രോണൗൺ ഹി, അതിന്റെ തന്നെ ഒബ്ജക്ട് പ്രോണൗൺ ആവുമ്പോ ഹിം ആകും. പൊസസീവ് ആണ് നമ്മൾ പറയുന്നതെങ്കിൽ ഇറ്റ് ബിക്കംസ് ഹിസ്. കേട്ടാ, ഹി, ഹിം, ഹിസ്. ഹി, ഹിം, ഹിസ്. അതേപോലെ തന്നെയാണ് ഷീ, ഹെർ. പിന്നെ അതിന്റെ പൊസഷനും ഹെർ തന്നെയാണ് കേട്ടോ. ഹെർ ഓർ ഹേഴ്സ്. അത് നിങ്ങൾക്ക് നോക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ വരരുത് കേട്ടോ, ഇതെന്താണ്. പിന്നെ ഈ അടുത്തത് ഇറ്റ്. ഇറ്റിന്റെ സബ്ജക്റ്റ് ഇറ്റ്, ഒബ്ജക്റ്റും ഇറ്റ് തന്നെ. പൊസസീവ് വരുമ്പോഴാണ് ഇറ്റ്സ്, എസ് ചേർക്കണം. പിന്നെ മാസ്കുലൈൻ ഫെമിനൈൻ, അവിടെ കണ്ട മാസ്കുലൈൻ ഫെമിനൈൻ ന്യൂട്ടർ എന്ന് പറയുന്നത് എന്താ? മാസ്കുലൈൻ പുല്ലിംഗം, ഫെമിനൈൻ സ്ത്രീലിംഗം. ഇനി രണ്ടും പെടാത്തതാണ് ന്യൂട്ടർ. ഇപ്പം മെയിൻലി ആനിമൽസോ അല്ലെങ്കിൽ നോൺ ലിവിംഗ് തിങ്ങിലെ നമ്മൾ ഇറ്റൊക്കെ പറയണത്. ദെൻ ഓൾ ജെൻഡേഴ്സ്. ഓൾ ജെൻഡേഴ്സും ഹി ഷീ ഇറ്റിന്റെ പ്ലൂറൽ, അതായത് ദേ, ദേ, ദെം, ദേർ ഓർ ദേഴ്സ്. നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് ഇങ്ങനെ നോട്ട് ചെയ്ത് വെച്ചു. ഇനി ഈ നോക്കി ഇനി കൺഫ്യൂസ്ഡ് ആവണ്ട. ഇങ്ങനെ എഴുതും, ഒരു പോയിന്റ് ആയിട്ട് എഴുതി വെക്ക്. ഐ ഒരു ഹൈഫൺ ഇട്ടിട്ട് ഐ ഹൈഫൺ മീ ഹൈഫൺ മൈ ഓർ മൈൻ. ഐ ഹൈഫൺ മീ ഹൈഫൺ മൈ ഓർ മൈൻ. അതേപോലെ അടുത്തതും എഴുതും. വി ഹൈഫൺ അസ് ഹൈഫൺ അവർ ഓർ അവേഴ്സ്. അവർ ഓർ അവേഴ്സ്. അതേപോലെ യു എഴുതും. യു ഹൈഫൺ യു ഹൈഫൺ യു ഓർ യുവേഴ്സ്. മാം ഒന്നുകൂടി സ്ക്രോൾ ചെയ്ത് ശരിയാക്കോ? എന്റെ ശരിയാവണില്ല. ഓക്കെ. ഐ ഹൈഫൺ മീ ഹൈഫൺ മൈ ഓർ മൈൻ. ഐ ഹൈഫൺ മീ മൈ ഓർ മൈൻ. അതിന്റെ തൊട്ട് താഴെ വി എഴുതും. വി അസ്, വി ഹൈഫൺ അസ് ഹൈഫൺ അവർ ഓർ അവേഴ്സ്. എഴുതിയോ അത്? ഇനി അടുത്തത് യു ഹൈഫൺ യു ഹൈഫൺ യു ഓർ യുവേഴ്സ്. യു യു യു, മൂന്ന് യു തന്നെ. പിന്നെ അതിനൊപ്പം തന്നെ ഒരു യുവേഴ്സ് ഓർ യുവേഴ്സ്. യു 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 യുവേഴ്സ്. അതേപോലെ തന്നെ ആ ഹി ഷീ ഇറ്റും ദേയും എഴുതിക്കോട്ടാ. ഹി ഹൈഫൺ ഹിം ഹൈഫൺ ഹിസ്. പിന്നെ ഷീ ഹൈഫൺ ഹർ ഹൈഫൺ ഹർ ഓർ ഹേഴ്സ്. ഇറ്റ് ഹൈഫൺ ഇറ്റ് ഹൈഫൺ ഇറ്റ്സ്. ദേ ഹൈഫൺ ദെം ഹൈഫൺ ദേർ ഓർ ദേഴ്സ്.
ലാസ്റ്റ് ഒന്നും കൂടെ പറയും മിസ്സേ. ആ ഏതാണ്? ദേന്റെ ആണോ പറയേണ്ടത്? അതെ അതെ. ആ ദേ ഹൈഫൺ ദെം ഹൈഫൺ their or theirs. their THEIR ട്ടോ. their or theirs THEIRS. ഓ എന്താണ്? ഷീ ഹൈഫൺ ഹർ ഹൈഫൺ ഹർ ഓർ ഹേഴ്സ്. ഷീ ഹൈഫൺ ഹർ ഹൈഫൺ ഹർ ഓർ ഹേഴ്സ്. ഇറ്റ് ഹൈഫൺ ഇറ്റ് ഹൈഫൺ ഇറ്റ്സ്. ദേ ആണെങ്കിൽ ദേ ഹൈഫൺ ദെം ഹൈഫൺ their or theirs. എഴുതിയോ എല്ലാരും? ഓക്കെ, അപ്പൊ ഇത് നോക്കുമ്പോ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് ഇനി ബോക്സ് കണ്ട് കൺഫ്യൂസ്ഡ് ആവണ്ട. ഇതാണ് ഇതിന്റെ ഫോംസ്. പിന്നെ ഈ THEIR വേറൊരു ദേറില്ലേ? THERE ഇതും ഈ ദേറും തമ്മിൽ മിക്ക ആൾക്കാർക്കും തെറ്റിപ്പോവും. അത് എന്താണ് ഈ THERE എന്തെന്നാ? അത് നമ്മള് ഡെമോൺസ്ട്രേറ്റ്, അത് അവിടെ അതാണ് ഈ THERE എന്ന് പറയുന്നത് അവിടെ എന്ന് പറയുന്നതാണ്. നമുക്ക് എന്തെങ്കിലും കാണിക്കാൻ വേണ്ടി അവിടെ ഉണ്ട് അതവിടെയാണ് there THERE. ഈ ദേറിന് എൻറ്റയർലി ഡിഫറെന്റ് ആണ് ഇതിന്റെ സ്പെല്ലിംഗ്. THEIR ആണ് ഇതിന്റെ ദേർ. മിക്കവർക്കും ഇത് തെറ്റിപ്പോകും, THEREയും THEIRും. ഇവിടെ നമ്മുടെ ദേയുടെ പൊസസീവ് പ്രോണൗൺ ആണ് ദേർ. ഇപ്പൊ അവരുടെ എന്ന് നമ്മൾക്ക് പറയണമെങ്കിൽ THEIR ആണ് അവിടെ യൂസ് ചെയ്യണം, അല്ല THERE അല്ല കേട്ടാ. അവരുടെ എന്ന് നമുക്ക് പറയണമെങ്കിൽ കേട്ടാ THEIR ദേർ. അവർക്കെന്ന് വരുമ്പോഴും എന്താ മിസ്റ്റേക്ക് വരുത്താം? അത് തന്നെ പൊസസീവ്. എഴുതിയില്ലേ എല്ലാരും? യെസ് മാം. അപ്പൊ ഇതാണ് പേഴ്സണൽ പ്രോണൗൺസ്. അപ്പൊ പേഴ്സണൽ പ്രോണൗൺസ് ഏതൊക്കെയാണ്? ഐ. പേഴ്സണൽ പ്രോണൗൺസ് ജനറലി പേഴ്സണൽ പ്രോണൗൺസ് എന്ന് പറഞ്ഞാൽ ഐ, വി, യു, പിന്നെ ഹി, ഷി, ഇറ്റ്, ദേ കേട്ടാ. ഏതൊക്കെയാണ്? ഐ, വി. ഐ പറയുമ്പോ അതിന്റെ പ്ലൂറൽ പറഞ്ഞോളണം. ഐ അതിന്റെ പ്ലൂറൽ വി. ദെൻ സെക്കൻഡ് പേഴ്സൺ യു, അതിന്റെ പ്ലൂറൽ യു. പിന്നെ തേർഡ് പേഴ്സൺ ഹി, ഷി, ഇറ്റ്. ഹി, ഷി, ഇറ്റിന്റെ പ്ലൂറൽ ദേ. നമ്മൾ ഓരോന്നിന്റെ സബ്ജക്ട് പ്രോണൗണും ഒബ്ജക്ട് പ്രോണൗണും പൊസസീവ് പ്രോണൗണും പഠിച്ച്. ഐന്റെ മീ, വി. ഓക്കെ. ഐന്റെ പൊസസീവ് പൊസസീവ് അല്ല, ഒബ്ജക്ട്. ഐ സബ്ജക്റ്റീവ് ആയിട്ട് വന്നിട്ട് ഐ, ഒബ്ജക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ മീ, ദെൻ മൈ ആൻഡ് മൈൻ. അതേപോലെ വി, അസ്, അവർ, അവേഴ്സ്. അതേപോലെ യു ആവുമ്പോ യുവിന് ഒരു ചേഞ്ചും ഇല്ല, ആകെ ആ പൊസിഷനിൽ മാത്രമേ ഒരു യുവേഴ്സ് മാത്രമേ വരുന്നുള്ളൂ. ഇപ്പൊ യു തന്നെ 3 പ്രാവശ്യം യു തന്നെയാണ്. പിന്നെ അതിന്റെ ഒപ്പം ചില ടൈമിൽ യുവേഴ്സ് വരും. പിന്നെ ഹി ആവുമ്പോ ഹി, ഹിം, ഹിസ്. ഹി ആണെങ്കിൽ ഷീ, ഹർ, ഹേഴ്സ്. ഇറ്റ് becomes it and its. Okay. They, them, their, theirs. Okay. ഇതൊക്കെയാണ് പേഴ്സണൽ പ്രോണൗൺസ്. പേഴ്സണൽ പ്രോണൗൺസ് ഏതൊക്കെ ഒന്ന് പറഞ്ഞേ? പേഴ്സണൽ പ്രോണൗൺസ് I, you. I, we, you,
we, you, you, they. he, she, it, they. she, it, they. They. ഇതാണ് മെയിൻ ആയിട്ടുള്ള പേഴ്സണൽ പ്രോണൗൺസ് എന്ന് പറയുന്നത് ഈ 7 എണ്ണമാണ്. ഐ, വി, യു, ഹി, ഷി, ഇറ്റ്, ദേ. ഈ 7 എണ്ണമാണ് പേഴ്സണൽ പ്രോണൗൺസ്. പിന്നെ അതിന്റെ ഒബ്ജക്റ്റും പൊസിഷനും സബ്ജക്റ്റും ഒക്കെയാണ് നമ്മൾ പഠിച്ചത്. ഓക്കെ, ഞാൻ പിന്നെ പറയണ ഇത് നിങ്ങൾ പഠിച്ചു പോകാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പൊ പേഴ്സണൽ പ്രോണൗൺസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഐ, വി, യു, I, we, you, ഹി, ഷി, ഇറ്റ്, ദേ. she, it, they. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. ഇനി animals are usually referred to by the pronouns it and they. ഇനി ആനിമൽസിനെ നമ്മൾ കൂടുതലും ഇറ്റ് ആയിട്ടും അല്ലെങ്കിൽ ഒരുപാടുണ്ടെങ്കിൽ നമ്മൾ അത് ഇറ്റിന്റെ പ്ലൂറൽ ദേ. യൂഷ്വലി നമ്മൾ അതിന് ഇറ്റ് ആയിട്ടും ദേ ആയിട്ടുമാണ് ആനിമൽസിനെ നമ്മൾ റെഫർ ചെയ്ത് പറയാറുള്ളത്. Sometimes animals are referred to the masculine gender when the sex is not specified. ചില ടൈമിൽ നമ്മൾ മാസ്കുലൈൻ ജെൻഡർ കൊടുക്കും. When the female sex is specified, they are referred to by the feminine gender. ചില കേസസിൽ നമുക്ക് നേരത്തെ ഈ ഇത് പറഞ്ഞ പോലെ ആനിമൽസിന്റെ ഭൂമി, ഇപ്പൊ നോൺ ലിവിങ് തിങ്സിന്റെ കേസ് നമ്മൾ പറഞ്ഞു ഭൂമി ദേവി. അപ്പൊ ഭൂമി ദേവിനെ നമ്മള് ഫെമിനൈൻ ആയിട്ട് എടുത്തില്ലേ, ഒരു സ്ത്രീലിംഗം ആയിട്ട് എടുത്തില്ലേ. അപ്പൊ ഭൂമി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോൺ ലിവിങ് തിങ്. നമ്മൾ ഇറ്റ് ആയിട്ട് എടുക്കണമെങ്കിലും ചില ടൈമിൽ വി റെഫർ ആസ് ഷീ. കൂടുതലും പോയറ്റിക്കൽ, ഒരു പോയൊക്കെ എഴുതുന്ന സമയത്താണ് നമ്മൾ അങ്ങനെ ഇമാജിൻ ചെയ്ത് എഴുതണത്. അപ്പൊ അതാണ്ട് അവിടെ പറഞ്ഞത് കൂടുതലും ആനിമൽസിനെ നമുക്ക് ഇറ്റും ദേ ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. ബട്ട് സംടൈംസ് വി ക്യാൻ റെഫർ ഇറ്റ് ആസ് ഫീമെയിൽ അല്ലെങ്കിൽ മെയിൽ ഒക്കെ ആയിട്ട് നമുക്ക് റെഫർ ചെയ്യാം. Names of non-living things are usually neuter, but cars, trains, ships, the moon, the earth, spring, autumn, nature, etc. are often considered as feminine pronoun, and sun, summer, winter, time, death, etc. are often considered masculine pronoun. ചില ടൈമിലൊക്കെ ഈ കാർസ്, ട്രെയിൻസ്, ഷിപ്സ്, മൂൺ, എർത്ത്, സ്പ്രിംഗ്, ഓട്ടം ഇതിനൊക്കെ നമ്മൾ ഫെമിനൈൻ ആയിട്ട്, അത് കൂടുതലും പോയം അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ ഇമാജിൻ ചെയ്ത് എഴുതണം. അല്ലാണ്ട് സയൻസും നമ്മൾ ലിറ്ററലി പഠിക്കുന്ന സംഭവങ്ങളിലൊന്നും നമ്മൾ യൂസ് ചെയ്യാറില്ല അല്ലെ. കവിതകളിലും കഥകളിലൊക്കെയാണല്ലേ നമ്മൾ അങ്ങനെയൊക്കെ യൂസ് ചെയ്യണത്. പേഴ്സോണിഫിക്കേഷൻ, അതിന് ഇവര് കവി ഒരു ഒബ്ജക്റ്റിന് ഒരു പേഴ്സൺ ആയിട്ട് റെഫർ ചെയ്യണേന് അതിന് പേഴ്സോണിഫിക്കേഷൻ, കവിതകളിലൊക്കെ പോയത്തിലൊക്കെ പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയും അതിന്. ഇപ്പം കാറ്റ് വന്നു കള്ളനെ പോലെ. അപ്പൊ കാറ്റ് എന്ന് പറയുന്നത് ഒരു നോൺ ലിവിങ് തിങ് അല്ലേ, അതല്ലേ. അപ്പൊ അതിന് ആ പോയറ്റ് അതിനൊരു പേഴ്സൺ ആയിട്ട്, ഒരു ജീവനുള്ളൊരു സാധനമായിട്ട് ഇത് അതിനെ നമ്മൾ പേഴ്സോണിഫിക്കേഷൻ, പോയത്തിലൊക്കെ നമ്മൾ അങ്ങനെ പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയും. അതേപോലെ ഇവിടെ നമുക്ക് ചില സമയത്ത് മാസ്കുലൈൻ ആയിട്ടും ഫെമിനൈൻ ഒക്കെ ആയിട്ട് നമുക്ക് പറയാറുണ്ട് കേട്ടാ. അതാണ് അവിടെ പറഞ്ഞേക്കുന്നത്. The words baby and child are usually referred by the pronoun it. ഇനി ബേബി ആൻഡ് ചൈൽഡ്, ബേബിയും ചൈൽഡിനെ നമ്മൾ എപ്പോഴും ഇറ്റ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ബേബി കുട്ടി, ജെൻഡർ കൂടുതലും ജെൻഡർ റെഫർ ചെയ്യാനില്ല, കുഞ്ഞല്ലേ. അപ്പൊ ബേബി ചൈൽഡ് നമ്മൾ കൂടുതലും ഇറ്റ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. കൂടുതലും അല്ല, ഇറ്റ് ആയിട്ട് തന്നെയാണ് ഇത് യൂസ് ചെയ്യണത്. ഇനി കുറച്ച് എക്സാമ്പിൾസ് ഉണ്ട്. ആ എക്സാമ്പിൾ നോക്കിയേ. വേർസ് ദ ബോക്സ്, വേർസ് ദ ബോക്സ്. ഈ വേർസ് ദ ബോക്സ് നമ്മൾ നേരത്തെ പഠിച്ച എസ് ജനറ്റീവ് അല്ലാട്ടോ അവിടെ. വേർ ഇസ് ദ ബോക്സിന് അത് ഷോർട്ട് ഫോം ആക്കി പറയണതാണ് കേട്ടോ. അത് അതിന്റെ പൊസിഷൻ അല്ല. ഇപ്പൊ നമ്മള് ഫോർ വേ ഓഫ് ടോക്കിംഗ്, കമ്മ്യൂണിക്കേഷന്റെ ഉണ്ട്. അതല്ലാണ്ട് അത് നേരത്തെ നമ്മൾ പഠിച്ച എസ് ജനറ്റീവ് അല്ല. വേർസ് ദ ബോക്സ് എന്നാണ്, വേർ ഇസ് ദ ബോക്സിന്റെ ഷോർട്ട് ഫോം ആണ് കേട്ടോ. അത് മാറിപ്പോയത്. അപ്പൊ വേർസ് ദ ബോക്സ്, വേർ ഇസ് ദ ബോക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഷോർട്ട് ഫോം ആക്കി വേർസ് ദ ബോക്സ്. എന്താണ് അതിന്റെ ആൻസർ? ഇറ്റ് ഈസ് ഓൺ ദ ടേബിൾ. അപ്പൊ ബോക്സ്, വേർസ് ദ ബോക്സിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ബോക്സ് എവിടെയാണെന്ന്. അപ്പൊ അവിടുത്തെ നൗൺ എന്ന് പറയുന്നത് ബോക്സ് ആണ്. അപ്പൊ ഈ ബോക്സ് ആണ് നൗൺ. ഇനി അതിന്റെ ആൻസർ ഇറ്റ് ഈസ് ഓൺ ദ ടേബിൾ. നമുക്ക് വേണമെങ്കിൽ ദ ബോക്സ് ഇസ് ഓൺ ദ ടേബിൾ എന്ന് പറയാം. അതിന്റെ ആൻസർ ആയിട്ട് വേഴ്സ് ദ ബോക്സ്, വേർ ഇസ് ദ ബോക്സ് എന്നുള്ള ക്വസ്റ്റ്യന് നമുക്ക് അതിന്റെ ആൻസർ എന്താ പറയാ? ദ ബോക്സ് ഇസ് ഓൺ ദ ടേബിൾ എന്ന് പറയാം. അതിന് പകരം ഈ ദ ബോക്സ് എന്നുള്ള നൗണ്, ദ ബോക്സ് അല്ല അവിടുത്തെ നൗൺ, ഈ ദ ബോക്സ് എന്നുള്ള നൗണിന് പകരം നമ്മൾ അവിടെ ഇറ്റ് യൂസ് ചെയ്ത് കണ്ട. ഇറ്റ് ഇസ് ഓൺ ദ ടേബിൾ, ഇറ്റ് ഇസ് ഓൺ ദ ടേബിൾ. അവിടെ ഇറ്റ് യൂസ് ചെയ്യാൻ കാരണം എന്താ? ബോക്സ് ഓൾറെഡി അവിടെ മെൻഷൻ ചെയ്ത് ക്വസ്റ്റ്യനിൽ ചോദിച്ചു കഴിഞ്ഞു ആ ബോക്സ് എവിടെയാണ്. അപ്പൊ അത് ഇവിടെ ഇരിപ്പുണ്ട് അങ്ങനെ പറയാം. ഇറ്റ് ഇസ് ഓൺ ദ
ടേബിൾ. ഇനി അടുത്ത് നോക്കിയേ. ഹി ലവ്സ് ഹിസ് ബൈസൈക്കിൾ ആൻഡ് കനോട്ട് ഡു വിത്തൗട്ട് ഇറ്റ്. നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ദെൻ രണ്ടാമത്തെ ഒരു സെന്റൻസ് ആണല്ലോ. ഹി ലവ്സ് ഹിസ് ബൈസൈക്കിൾ. അവനിക്ക് അവന്റെ ബൈസൈക്കിൾ വളരെ ഇഷ്ടമാണ്. ആൻഡ് കനോട്ട് ഡു വിത്തൗട്ട് ഇറ്റ്. അവനിക്ക് അവന്റെ ബൈസൈക്കിൾ ഇല്ലാണ്ട് ജീവിക്കാനേ പറ്റില്ല. കനോട്ട് ഡു, ഒന്നും ചെയ്യാൻ പറ്റില്ല ബൈസൈക്കിൾ ഇല്ലാണ്ട്. അപ്പൊ നമുക്ക് ഹി ലവ്സ് ഹിസ് ബൈസൈക്കിൾ ആൻഡ് കനോട്ട് ഡു വിത്തൗട്ട് ദ ബൈസൈക്കിൾ എന്ന് നമുക്ക് പറയാം. അതിന് പകരം നമ്മൾ ആ റിപ്പീറ്റേഷൻ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ അവിടെ ഇറ്റ് ചേർത്ത്. കേട്ടാ, ഹി ലവ്സ് ഹിസ് ബൈസൈക്കിൾ ആൻഡ് കനോട്ട് ഡു വിത്തൗട്ട് ഇറ്റ്. കേട്ടാ, അവിടുത്തെ ഇറ്റ് കണ്ട, ആൻഡ് ഇറ്റ് വിത്തൗട്ട് ഇറ്റ്. അടുത്തത് നോക്കിയേ. വെൻ ഐ സോ ദ ഫിലിം ഇറ്റ് വാസ് ഇൻട്രസ്റ്റിംഗ്. കേട്ടാ, ഫിലിമിന് അവിടെ നമുക്ക് ആ ഇറ്റിന് പകരം ദ ഫിലിം യൂസ് ചെയ്യാം. പക്ഷെ അതിന്റെ റിപ്പീറ്റേഷൻ, ആ ഒരു ബോർഡം കുറക്കാൻ വേണ്ടി യൂസ് ദ വേർഡ് ഇറ്റ്. ദ മൂൺ ഹാസ് ഹിഡൻ ഹെർ ഫേസ് ബിഹൈൻഡ് എ ക്ലൗഡ്. ദ മൂൺ, മൂണിന് ഇവിടെ ഹെർ ആയിട്ടാണ്, ഫെമിനൈൻ ആയിട്ട് യൂസ് ചെയ്തേക്കുന്നത്. അപ്പൊ ചന്ദ്രൻ, മൂൺ, അവളുടെ ഫേസ് ഒരു ക്ലൗഡിന്റെ പിറകിലായിട്ട്, ബിഹൈൻഡ് എ ക്ലൗഡ്, ക്ലൗഡിന്റെ പിറകിലായിട്ട് ഒളിപ്പിച്ചു വെച്ചേക്കണെന്നാ പറയണ. ദ മൂൺ ഹാസ് ഹിഡൻ ഹെർ ഫേസ്. മൂണിനെ ഇവിടെ ഒരു ഫെമിനൈൻ ആയിട്ട് യൂസ് ചെയ്തേക്കണേ. അപ്പൊ ദ മൂൺ ഹാസ് ഹിഡൻ ഹെർ ഫേസ് ബിഹൈൻഡ് എ ക്ലൗഡ്. അവളുടെ, ഹെർ ഫേസ് ബിഹൈൻഡ് എ ക്ലൗഡ്. അടുത്ത നോക്കിയേ. ദ റെയിൻ പോർസ് ഹിസ് ഡ്രോപ്സ്. അവിടെ റെയിനെ പിന്നെയും മാസ്കുലൈൻ ആയിട്ട് റെഫർ ചെയ്തേക്കണേ. The rain pours his drops on the rich and poor alike. അപ്പൊ റിച്ച് ആൻഡ് പുവർ അലൈക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണമുള്ളവരുടെയും പണം ഇല്ലാത്തവരുടെയും മുകളിൽ ഒരേപോലെയാണ് മഴ പെയ്യുന്നത്. pours his drops, മഴത്തുള്ളികൾ വീഴുന്നത് ഒരേപോലെയാണ് എന്നാണ്. The rain pours his drops on the rich and the poor alike. അതൊക്കെയാണ് കുറച്ച് എക്സാമ്പിൾസ്. ഇനി it should be noted that possessive pronouns have two forms. The first form, my, our, your, his, its and their, are known as possessive adjective because they are used with the noun. എക്സാമ്പിൾ നോക്കി ഒന്നുകൂടി മനസ്സിലാവും. വേഴ്സ് യുവർ ഫാദർ. ഇവിടെ ആ യുവർ ഇല്ലേ, ഈ യുവർ ഫാദറിന് അഡ്ജക്റ്റീവ്, സംതിങ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഒന്നും കൂടി ഒരു സാധനത്തിന് ഒന്നും കൂടി ഡിസ്ക്രൈബ് ചെയ്യാൻ യൂസ് ചെയ്യാനാണ് ഈ അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഇവിടുത്തെ വേഴ്സ് യുവർ ഫാദർ. അപ്പൊ നിന്റെ ഫാദർ എവിടെയാണ്? അപ്പൊ ഇവിടെ ഫാദർ ആരുടെ ഫാദറാന്ന് കാണിക്കാൻ വേണ്ടിയാണ് അവിടെ യുവർ കൊടുത്തേക്കുന്നത്. അപ്പൊ വേഴ്സ് യുവർ ഫാദർ, നിന്റെ ഫാദർ. വേഴ്സ് ദ ഫാദർ എന്ന് ചോദിക്കാനും ആരുടെ ഫാദറിനെ കുറിച്ചാണ് നമ്മൾ ചോദിക്കുന്നത്? അവന്റെ, അവളുടെ, അല്ലെങ്കിൽ വേഴ്സ് യുവർ. അതുകൊണ്ടാണ് യുവർ ഫാദർ എന്നവിടെ പറയണത്. ഹെർ സോങ്സ് ഓൾവേസ് മെസ്മറൈസ് മീ. അവളുടെ സോങ്സ്. അപ്പൊ സോങ്സിനെ ഒന്നുകൂടി ഡിസ്ക്രൈബ് ചെയ്യാൻ ഇവിടെ ഹെർ യൂസ് ചെയ്തേക്കുന്നത്. ഹെർ സോങ്സ് ഓൾവേസ് മെസ്മറൈസ് മീ. വളരെ ഇഷ്ടമാണ്. ഇറ്റ്സ് മെസ്മറൈസ്, ഓൾവേസ് മെസ്മറൈസ് മീ. അപ്പൊ ആദ്യം പറഞ്ഞ ഈ യുവറും ഹെറൊക്കെ അഡ്ജക്റ്റീവ് ആ ഫാദർ അല്ലെങ്കിൽ ആ സോങ്സിനെ ഒന്നും കൂടി ഡിസ്ക്രൈബ് ചെയ്യാൻ യൂസ് ചെയ്തേക്കണം പൊസസീവ് പ്രോണൗൺ. അപ്പൊ അതിനെ നമ്മൾ പൊസസീവ് അഡ്ജക്റ്റീവ് എന്ന് പറയും. ഇനി സെക്കൻഡ് ഫോം നമ്മൾ മൈൻ, അവേഴ്സ്, യുവേഴ്സ് ഒക്കെ വരുന്നത്. അതാണ് റിയൽ പൊസസീവ് പ്രോണൗൺ. ഇപ്പൊ നമ്മൾ നേരത്തെ പഠിച്ച ബോക്സിൽ കണ്ടില്ലേ, പൊസസീവ് പ്രോണൗൺ ഈ രണ്ടെണ്ണം വെച്ച് വന്നത് യുവർ, യുവേഴ്സ്, ദെൻ ദേർ, ദേയേഴ്സ്. അപ്പൊ ആദ്യം വന്ന ആ ഫോമിന് എല്ലാം നമ്മൾ പൊസസീവ് അഡ്ജക്റ്റീവ് എന്ന് പറയും. അതായത് ആദ്യം നമ്മളിപ്പോ ഐന്റെ കേസിൽ എന്താ എഴുതിയത്? നമ്മള് ഐന്റെ കേസിൽ പൊസസീവ് പ്രോണൗൺ രണ്ടെണ്ണം എഴുതിയില്ലേ? മൈയും മൈനും. അല്ല, ഐ ആണ്ട ഞാൻ പറയണം. അപ്പൊ പൊസസീവ് രണ്ടെണ്ണം എഴുതിയില്ലേ? മൈയും മൈനും എഴുതിയില്ലേ? മൈയും. അപ്പൊ ഇതിന്റെ അകത്ത് ആദ്യം വന്ന ഫോമില്ലേ മൈ, അതാണ് പൊസസീവ് അഡ്ജക്റ്റീവ്. അപ്പൊ ആദ്യം നമ്മൾ ഇതേപോലെ പൊസസീവ് പ്രോണൗൺ എല്ലാം ഈ രണ്ടെണ്ണം വെച്ച് എഴുതിയില്ലേ? അപ്പൊ ആദ്യം വന്നേക്കുന്നതെല്ലാം എന്താണ്? പൊസസീവ് അഡ്ജക്റ്റീവ് ആണ്. പൊസസീവ്, അതിന്റെ പേര് പൊസസീവ് അഡ്ജക്റ്റീവ് എന്നാണ് പറയുന്നത്. ആദ്യം വരുന്നത്. അപ്പൊ ഇവിടെ എന്തൊക്കെ വരും? ഇത് മൈ വരും, അവർ വരും, പിന്നെ ഏത് വരും? ഈ യുയിൽ എന്താ വന്നത്? യുടെ പൊസസീവ് പ്രോണൗൺ ആദ്യത്തെ യു തന്നെ. ഹീൽ എന്ത് വരും? ഹീൽ പറഞ്ഞോളൂ. അപ്പൊ ഹിസ്. ഫെമിനൈൻ ഷീൽ എന്തായിരിക്കും വന്നത്?
Her, ഹെർ hers. മാത്രം, ഹേഴ്സ് രണ്ടാമത്തെ, അത് പറയാം. ആദ്യത്തത് മാത്രം, നമ്മൾ ഈ രണ്ടെണ്ണം വെച്ച് എഴുതിയതിൽ ആദ്യത്തെ മാത്രം. അപ്പൊ ഹെർ, ഇറ്റ്സ്, ദെയർ, ഈ ആദ്യത്തത് മാത്രം ആണ് ഈ നേരത്തെ പറഞ്ഞ പൊസസീവ് അഡ്ജക്റ്റീവ്. അപ്പൊ നേരത്തെ എഴുതിയ ആ രണ്ട് ഇതിന്റെ അകത്ത് ആദ്യത്തതിനെ നമ്മൾ പൊസസീവ് അഡ്ജക്റ്റീവ് എന്ന് വിളിക്കും, പൊസസീവ് അഡ്ജക്റ്റീവ്. ഇനി രണ്ടാമത് പറഞ്ഞ ചിലവർ ചോദിച്ചു മൈനും അവേഴ്സ് ഒക്കെ എവിടെയാണ്, അതെന്താണ് അതിന്റെ വ്യത്യാസം, അതാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ദ സെക്കൻഡ് ഫോം, അതായത് മൈൻ, അവേഴ്സ്, യുവേഴ്സ്, ഹിസ്, അതായത് നമ്മൾ രണ്ടാമത് എഴുതിയില്ലേ പൊസസീവ് പ്രോണൗൺ ഓറിട്ടിട്ട്, നമ്മൾ എപ്പോഴും എഴുതിയില്ലേ ഓറിട്ടിട്ട്, അപ്പൊ ആ ഓറിട്ട ആ രണ്ടാമത്തെ വേർഡ്സ് അതാണ് റിയൽ പൊസസീവ് പ്രോണൗൺ, റിയൽ പൊസസീവ് പ്രോണൗൺ. അപ്പൊ നോക്കിയേ, ദ ബുക്ക് ഓൺ ദ ടേബിൾ ഇസ് മൈ ബുക്ക്. അപ്പൊ ആ ബുക്ക്, അവിടെ ഇരിക്കുന്ന ആ ബുക്ക് എന്റെ ബുക്കാണ്, അങ്ങനെ പറയാം. അതേപോലെ തന്നെ ദ ബുക്ക് ഓൺ ദ ടേബിൾ ഇസ് മൈൻ, കണ്ടാ, മൈൻ, ദ ബുക്ക് ഓൺ ദ ടേബിൾ ഇസ് മൈൻ. അപ്പൊ ആ മൈൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ റിയൽ പൊസസീവ് പ്രോണൗൺ. പൊസസീവ് പ്രോണൗൺ നമ്മൾ നേരത്തെ എഴുതി ഈ രണ്ടെണ്ണം വെച്ച് എല്ലാത്തിനും എഴുതി. ഏതിനാ എഴുതി, ഹിസ് മാത്രമാണ് നമ്മൾ ഒരെണ്ണം വെച്ച്, ഹിസ്സും ഇറ്റ്സും ആണ് ഒരെണ്ണം എഴുതിയുള്ളൂ, ബാക്കി എല്ലാം ഈ രണ്ടെണ്ണം വെച്ച് എഴുതി. അപ്പൊ ആദ്യം എഴുതിയ ആ ഗ്രൂപ്പ് ഓഫ് നൗൺസ് നോൺ ആസ് പൊസസീവ് അഡ്ജക്റ്റീവ്. പിന്നെ ഈ രണ്ടാമത് എഴുതിയത് നോൺ ആസ് റിയൽ പൊസസീവ് പ്രോണൗൺ, റിയൽ പൊസസീവ് പ്രോണൗൺ, കേട്ടാ. അപ്പൊ നോക്കിയാ ഇനി എവിടെയാണ് ഈ മൈനും യുവേഴ്സ് ഒക്കെ വന്നതെന്ന്. ആദ്യം പറഞ്ഞ ദ ബുക്ക് ഓൺ ദ ടേബിൾ ഇസ് മൈ ബുക്ക്. അപ്പൊ ഒന്നെങ്കിൽ എനിക്ക് മൈ ബുക്ക് എന്ന് പറയാം, അതിന് പകരം മൈ ബുക്ക് എന്നുള്ളതിന് പകരം ദ മൈൻ മാത്രം അവിടെ യൂസ് ചെയ്ത്, ദ ബുക്ക് ഓൺ ദ ടേബിൾ ഇസ് മൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബുക്ക്, അവിടെ ഇരിക്കുന്ന ബുക്ക് എന്റേതാണ്, ഒന്നും കൂടി ക്ലിയർ ആയിട്ട് പറയണം. അതേപോലെ തന്നെയാണ് ദിസ് ഇസ് ഹെർ പെൻസിൽ എന്ന് പറയുന്നതിന് പകരം ദിസ് പെൻസിൽ ഇസ് ഹേഴ്സ്, കണ്ടാ. അപ്പൊ ഈ മൈനും ഹേഴ്സും ഈ കൂടുതലും ഈ റിയൽ പോസിറ്റീവ് പ്രോണൗൺസ് ടെൻഡൻസിന്റെ ലാസ്റ്റ് ആയിരിക്കും വരുന്നത്. ഇൻ മോസ്റ്റ് ഓഫ് ദ കേസസ്, ചില കേസസിൽ മാത്രമാണ് വരാതുള്ളൂ. ഇൻ മോസ്റ്റ് ഓഫ് ദ കേസസ് ഈ റിയൽ പോസിറ്റീവ് പ്രോണൗൺസ് ലാസ്റ്റ് ആയിരിക്കും, ജനറലി അവർ ലാസ്റ്റ് ആയിരിക്കും വരുന്നത്. പിന്നെ അതിന് കുറച്ചും കൂടെ എക്സാമ്പിൾസ് ഉണ്ട്, അതൊന്ന് ജസ്റ്റ് നോക്കിയത്. ഹിസ് ഹൗസ് ഇസ് വെരി ലാർജ് ബട്ട് മൈൻ ഇസ് സ്മോൾ. അപ്പൊ അവന്റെ ഹൗസ് ഭയങ്കര വലുതാണ്, ബട്ട് മൈ, വേണമെങ്കിൽ ഇവിടെ മൈനിന് പകരം മൈ ഹൗസ് എന്നാക്കാം. അപ്പൊ അതിന് പകരമാണ് നമ്മളവിടെ പൊസഷൻ അവിടെ കൊടുത്തേക്കണം, മൈൻ ഇസ് സ്മോൾ, മൈ ഹൗസ് ഇസ് വെരി ലാർജ് ബട്ട് മൈൻ ഇസ് സ്മോൾ. അവന്റെ ഹൗസ് വളരെ വലുതാണ്, ബട്ട് എന്റേത് സ്മോൾ, മൈൻ ഇസ് സ്മോൾ. ഇവിടെ മൈൻ ലാസ്റ്റ് അല്ല വന്നത്, അതിന് മുമ്പ് വന്നു. ദെൻ അടുത്ത് നോക്കി, ഐ നോ ഹിസ് അഡ്രസ് ബട്ട് ഐ ഡോണ്ട് നോ ഹേഴ്സ്. എനിക്ക് അവന്റെ അഡ്രസ് അറിയാം, ബട്ട് അവളുടെ അഡ്രസ് അറിയില്ല. അപ്പൊ ഇവിടെ ഹേഴ്സ് എന്ന് പറയുന്നത് ഹെർ അഡ്രസ് ആണ്. അവിടെ ഹെർ അഡ്രസ്സിന് പകരം നമ്മൾ വെറുതെ ഹേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇറ്റ് മീൻസ് ദാറ്റ് ഇറ്റ് ഇസ് ഹെർ അഡ്രസ്. ഐ നോ ഹിസ് അഡ്രസ് ബട്ട് ഐ ഡോണ്ട് നോ ഹേഴ്സ്. എനിക്ക് അവന്റെ അഡ്രസ് അറിയാം, ബട്ട് എനിക്ക് അവളുടെ അറിയില്ല, അവളുടെ അഡ്രസ് അറിയില്ലെന്നാ പറയണം. ഐ ഡോണ്ട് നോ ഹേഴ്സ്. അടുത്ത് നോക്കിയേ, ഷീ നോസ് എവ്രി വൺസ് ഹൗസ് എക്സെപ്റ്റ് യോഴ്സ്. ഇനി എനിക്ക്, അവൾക്ക് എല്ലാവരുടെ ഹൗസ് അറിയാം, നിന്റെ മാത്രം, യുവേഴ്സ് മാത്രം അറിയില്ല. അല്ല, അപ്പൊ നമ്മ രണ്ട് പൊസസീവ് പ്രോണൗൺസ് എഴുതിയതിൽ ആദ്യത്തെ ഗ്രൂപ്പ് ഓഫ് നൗൺസിന് പൊസസീവ് അഡ്ജക്റ്റീവ് ആയിട്ട് പറയും. പിന്നെ ഈ രണ്ടാമത് എഴുതിയ ഗ്രൂപ്പ് ഓഫ് പൊസസീവ് പ്രോണൗണിനെ നമ്മൾ റിയൽ പൊസസീവ് പ്രോണൗൺ എന്ന് പറയും. മാം ഇപ്പൊ രണ്ടിലും ഇറ്റ്സ് വരുന്നുണ്ടല്ലോ, അപ്പൊ അതോ? ഇറ്റ്സ് രണ്ടിലും വരും. ഇറ്റ്സ് അതുകൊണ്ട് ഇറ്റ്സിന് നമുക്കത് ആദ്യത്തേലും പെടുത്താം, രണ്ടാമത്തേലും പെടുത്താം. ഓക്കെ, ഇറ്റ്സും അതേപോലെ തന്നെ ഹിസ്സും രണ്ടിലും വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇന്ന് നമ്മൾ ആദ്യം പ്രോണൗൺ എന്താന്ന് പഠിച്ച് ഓക്കെ, നമ്മളിന്ന് ജസ്റ്റ് ഒന്ന് ക്വിക്ക് റിവിഷൻ നടത്താം. ഇന്ന് ആദ്യം എന്തൊക്കെയാ പഠിച്ചത്? പ്രോണൗൺസ് എന്താണെന്ന് ആദ്യം പഠിച്ച്. എന്തൊക്കെയാണ് പ്രോണൗൺസ് എന്ന് പറയുന്നത്? പ്രോണൗൺ എന്ന് പറയുന്നത് എന്തായിരുന്നു? ഇറ്റ് ഇസ് യൂസ് ടു റിപ്പിറ്റീഷൻ കുറക്കാൻ വേണ്ടി നൗണിന് പകരം യൂസ് ചെയ്യുന്ന വേർഡാണ് പ്രോണൗൺ. പിന്നെ അത് ടൈപ്പ് ഓഫ് 9 പ്രോണൗൺസ് ഉണ്ടെന്ന് പറഞ്ഞു, ഏതൊക്കെയാണെന്ന്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തത് ആദ്യത്തെ പ്രോണൗൺ ആയ പേഴ്സണൽ പ്രോണൗൺസ് ഏതൊക്കെയായിരുന്നു? ഐ, അതിന്റെ പ്ലൂറൽ വി, യുവിന്റെ പ്ലൂറൽ യു തന്നെയാണ്. ദെൻ ഹി, ഷീ, ഇറ്റ്, അതിന്റെ പ്ലൂറൽ ദേ. പിന്നെ ഓരോന്നിന്റെയും ഒബ്ജക്റ്റും സബ്ജക്റ്റും ദെൻ പൊസസീവ് നമ്മൾ പഠിച്ച്. ഐന്റെ പഠിച്ച്, യുവിന്റെ പഠിച്ച്, വി, അങ്ങനെ ഓരോന്നും പഠിച്ച്. ഇനി ഈ മൂന്നാമത്തെ കാറ്റഗറി, അതായത് ഈ പൊസസീവ് പ്രോണൗൺ പഠിച്ചതിൽ ചിലതിൽ ഈ രണ്ടെണ്ണം വെച്ച് പറഞ്ഞു.
ഈ ആദ്യം പറഞ്ഞ ആ സെറ്റ് ഓഫ് പ്രോണൗൺസ് എന്ന് പറയുന്നത് പൊസസീവ് അഡ്ജക്റ്റീവ്, ഇറ്റ് ഷോസ് ദ അഡ്ജക്റ്റീവ് ഓഫ് പൊസഷൻ. പിന്നെ ആ രണ്ടാമത് പറഞ്ഞ ആ ഗ്രൂപ്പ് ഓഫ് ഇതിനെ നമ്മൾ റിയൽ പൊസഷൻ പ്രോണൗൺസ് എന്നും പറയും കേട്ടാ. അത്രേ ഉള്ളൂ. അപ്പൊ ഇന്ന് പേഴ്സണൽ പ്രോണൗൺസ് ആണ് ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ഇതെല്ലാവർക്കും ക്ലിയർ ആയില്ലേ? കൂടുതലും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത് ഏതൊക്കെയാണ് പേഴ്സണൽ പ്രോണൗൺസ്. ഐ, വി, യു, ദേ, ഈ, ഷീ, ഇറ്റ്, ദേ. ഓക്കെ, ഇതാണ് പേഴ്സണൽ പ്രോണൗൺസ്. പിന്നെ അതിന്റെ ഒബ്ജക്റ്റ് ആയിട്ട് വരുമ്പോൾ എങ്ങനെയായിരിക്കും, അതിന്റെ പൊസിഷൻ ആയിട്ട് വരുന്നത് എങ്ങനെയായിരിക്കും, അങ്ങനെയൊക്കെ ഒന്ന് ജസ്റ്റ് പഠിക്കാം. ഇത്രയാണ് എൻ്റെ അത് പേഴ്സണൽ പ്രോണൗൺസിൽ വരുന്നത്. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ അല്ലേ? ആർക്കെങ്കിലും ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണ് മാം. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, അപ്പൊ എല്ലാരും പോയി ഫുഡൊക്കെ കഴിച്ച് താങ്ക് യു മാം. താങ്ക് യു മാം. ഗുഡ് നൈറ്റ് മാം. ബൈ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. താങ്ക് യു മാം. ഗുഡ് നൈറ്റ്. വെൽക്കം. ഓക്കെ, മാം ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.